ധർമ്മശാസ്ത്രങ്ങളും ഇന്നത്തെ ഇന്ത്യയും എന്നതാണ് ഇന്നത്തെ സംഭാഷണത്തിൻ്റെ വിഷയം. നമ്മൾ പൊതുവെ വിചാരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുവെന്നും ഭരണഘടന തനിയെ തന്നെ നമ്മളെ രക്ഷിച്ചുകൊള്ളും എന്നൊരു മിഥ്യാധാരണയിലാണ് പൊതുവെ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വലിയ പ്രത്യാശയൊന്നും വേണ്ട. തുടക്കത്തിൽ തന്നെ പ്രത്യാശ നശിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ, ചില ജാഗ്രതകൾ നമുക്ക് വളരെ ആഴത്തിൽ വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പ്രത്യാശ വേണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റിസ് എൻ നഗരേഷ് കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയാണ്. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, ധർമ്മസങ്കല്പത്തെ ഭരണഘടന അവഗണിച്ചു എന്നാണ്. ധർമ്മസങ്കല്പത്തെ ഭരണഘടന അവഗണിച്ചു. ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നീതിന്യായ വിധികൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളവർ, അധികാരസ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ ഭരണഘടനയെ റദ്ദ് ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ധർമ്മം, എന്താണ് ധർമ്മശാസ്ത്രം എന്നൊക്കെ നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണിത്. എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? ധർമ്മം എന്നുള്ളത് ഇന്ത്യയിലെ ഇതിഹാസ പുരാണങ്ങളും പ്രത്യേകിച്ച് ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ പരിശോധിച്ചാൽ ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മം തന്നെയാണ്, അല്ലെങ്കിൽ ജാതി ധർമ്മം തന്നെയാണ്. മറ്റൊരർത്ഥവും ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തിനില്ല. അത് ഈ സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗത്ത് വളരെ വിശദമായി പരിശോധിക്കും. പ്രഭാഷണത്തിനെ രണ്ട് ഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും. രണ്ടാം ഭാഗത്തിൽ അത് എന്തൊക്കെയാണ്, എന്താണ് ധർമ്മം, ആ ധർമ്മസങ്കല്പം അനുസരിച്ച് എങ്ങനെയാണ് മനുഷ്യ ബന്ധങ്ങളെ ധർമ്മശാസ്ത്രങ്ങൾ നോക്കിക്കാണുന്നത് എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് പരിശോധിക്കാം. എന്തായാലും ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ധർമ്മസൂത്രങ്ങളും സ്മൃതി ഗ്രന്ഥങ്ങളും ഒക്കെ അടങ്ങുന്ന വിപുലമായ ഗ്രന്ഥപാരമ്പര്യത്തെയാണ് ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 ധർമ്മസൂത്രങ്ങളുണ്ട്. വസിഷ്ഠ ധർമ്മസൂത്രം, ഗൗതമ ധർമ്മസൂത്രം, ബോധായന ധർമ്മസൂത്രം, വിഷ്ണു ധർമ്മസൂത്രം എന്നിങ്ങനെ പേരായ ധർമ്മസൂത്രങ്ങൾ. ഈ ധർമ്മസൂത്രങ്ങളുടെ രചനാകാലഘട്ടത്തിൽ തന്നെയും ധർമ്മസൂത്രങ്ങളുടെ രചനാകാലഘട്ടത്തിന് ശേഷവും രചിക്കപ്പെട്ടവയാണ് മനുസ്മൃതി ഉൾപ്പെടെയുള്ള സ്മൃതി ഗ്രന്ഥങ്ങൾ. ഇന്ത്യയുടെ ജനജീവിതത്തെ, ഇന്ത്യയുടെ സംസ്കാരത്തെ, ഇന്ത്യയിലെ വ്യത്യസ്ത മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ചുമൊക്കെ ഇന്ത്യൻ സംസ്കാരത്തെ ആഴത്തിൽ നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും ഈ ധർമ്മശാസ്ത്രങ്ങളാണ് എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിപര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ അടുത്ത കാലത്ത് പോലും ധർമ്മസങ്കല്പത്തെ ഭരണഘടന അവഗണിച്ചു എന്ന് ജസ്റ്റിസ് എൻ നഗരേഷിനെ പോലെയുള്ള ഒരാൾ പറഞ്ഞത്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന എസ് എൻ ശ്രീവാസ്തവ 2007 ഓഗസ്റ്റ് 30 ഒരു പുരോഹിതൻ സമർപ്പിച്ച സ്വത്തുമായി ബന്ധപ്പെട്ട ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടയിൽ ഭഗവത്ഗീതയെ രാഷ്ട്രീയ ധർമ്മശാസ്ത്രമായി കണക്കാക്കാം എന്ന് പ്രസ്താവിച്ചു. ഈ സംഭവം നടക്കുന്നത് 2007 ഓഗസ്റ്റിലാണ്. അദ്ദേഹം ഈ വിധി പ്രസ്താവം നടത്തിയ ആൾ അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജിയാണ്. ഇതൊന്നും വളരെ സുദീർഘമായ ഒരു പൂർവ്വകാലത്ത് നടക്കുന്ന കാര്യമല്ല, 2007 സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ഗീത സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരുന്നവരെ പ്രചോദിപ്പിച്ചുവെന്നും അതിനാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം ജാതി, മതം എന്നിവ പരിഗണിക്കാതെ ഗീത മുന്നോട്ട് വെച്ച ധർമ്മം പിന്തുടരേണ്ടത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണെന്നും ജസ്റ്റിസ് എസ് എൻ ശ്രീവാസ്തവ പറഞ്ഞു വെച്ചു. ആർട്ടിക്കിൾ 51A അനുസരിച്ച് ജാതി, മതം എന്നിവ പരിഗണിക്കാതെ ഗീത പറയുന്ന ധർമ്മം അനുസരിച്ച് എല്ലാ പൗരന്മാരും ജീവിക്കണമെന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജി പറഞ്ഞത്. എന്താണ് ഗീതയുടെ ധർമ്മം? ഗീതയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യമാണ്, അല്ലാതെ വേറൊരു ധർമ്മവും ഇല്ല. ഗീത അഹിംസയെപ്പറ്റി പറയുന്നു, ഗീത ത്യാഗത്തെ പറ്റി പറയുന്നു എന്നൊക്കെയുള്ളത് ഗീതയിലില്ലാത്തതെല്ലാം ഗീതയിൽ ആരോപിക്കൽ മാത്രമാണ്. അല്ലാതെ ഗീതയിൽ ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണ്യവും മാത്രമേ ഉള്ളൂ എന്ന് ഗീത വായിച്ചു നോക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ശ്രീവാസ്തവയുടെ പരാമർശം വലിയ കോളിളക്കം സൃഷ്ടിച്ചു. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വി എൻ ഖരെ വാസ്തവയുടെ പരാമർശങ്ങൾ ഭരണഘടനാപരമല്ല
എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. വളരെ അടുത്ത കാലത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. അത് ഒരു പെൺകുട്ടി പീഡനത്തിനിരയായതിൻ്റെ ഭാഗമായിട്ട് പ്രസവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഗർഭഛിദ്രത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത്, പെൺകുട്ടികൾ 17 വയസ്സിൽ പ്രസവിച്ചിരുന്നു, നിങ്ങൾ മനുസ്മൃതി വായിച്ചിട്ടുണ്ടോ എന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി ആരോട് ചോദിച്ചത്? ഇരയായ പെൺകുട്ടിയോട് ചോദിച്ചത്. മുൻകാലങ്ങളിൽ പെൺകുട്ടികൾ 14 അല്ലെങ്കിൽ 15 വയസ്സിൽ വിവാഹിതരാവുകയും 17 വയസ്സിൽ അമ്മമാരാകുകയും ചെയ്തിരുന്നുവെന്ന് പറയുന്നത് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ജഡ്ജിയാണ്. 7 മാസം പ്രായമുള്ള ഭ്രൂണത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പ്രായപൂർത്തിയാകാത്ത ബലാത്സംഗ ഇരയോട് മനുസ്മൃതി വായിക്കാൻ ഹൈക്കോടതി ബെഞ്ച് ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് JJ ദവെയാണ് ഈ വിചിത്രമായ പരാമർശങ്ങൾ നടത്തിയത്. പ്രായപൂർത്തിയാകാത്ത മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് ശിക്ഷ വിധിച്ച സുപ്രീം കോടതി 2025 ഓഗസ്റ്റിൽ ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു. ആ വിധി പ്രസ്താവത്തിൽ അവരുദ്ധരിച്ചത് മനുസ്മൃതിയാണ്. 2025 കാര്യമാണ് പറയുന്നത്, ഓഗസ്റ്റ് മാസത്തിലെ കാര്യമാണ് പറയുന്നത്. മനുസ്മൃതിയിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ ജഡ്ജിമാർ പറഞ്ഞത്, മനുസ്മൃതിയിലെ ഈ വാക്യം ഒരു സാംസ്കാരിക തത്വത്തെ മാത്രമല്ല, ഒരു ഭരണഘടനാ ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. മനുസ്മൃതി എന്ത് പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് ജഡ്ജിമാർ പറഞ്ഞത്? ഭരണഘടനാ ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു. 1925 മഹാഡ് സത്യാഗ്രഹത്തിന് ശേഷം മനുസ്മൃതി അഗ്നിക്കിരയാക്കിയ ഡോക്ടർ BR അംബേദ്കർ ആരായി? ഭരണഘടനയെ മനുസ്മൃതിയുടെ ദർശനം പ്രതിഫലിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് പറയുന്ന രീതിയിലേക്ക് വരെ ഈ ബ്രാഹ്മണിക ഹിന്ദുത്വ പൊതുബോധം നമ്മുടെ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെല്ലാം ആകമാനം പിടിച്ച് മുറുക്കിയിരിക്കുകയാണ്. ഈ ബ്രാഹ്മണിക മൂല്യബോധത്തിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അങ്ങനെ ഉപ്പിലിട്ട് നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം. 2024 ജാനുവരിയിൽ ഭാര്യ ജീവനാംശം ചോദിച്ചുകൊണ്ട് ഉള്ള കേസിൽ ഹൈക്കോടതിയെ സമീപിച്ചു. ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് സമീപിച്ചത്. ജാർഖണ്ഡിൽ നടക്കുന്ന സംഭവം മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് ജാർഖണ്ഡ് ഹൈക്കോടതി ഭാര്യയുടെ ജീവനാംശം റദ്ദാക്കി. വേറൊന്നുമല്ല ഉദ്ധരിക്കുക, എല്ലാം മനുസ്മൃതിയാണ്. തുടർന്ന് അങ്ങോട്ട് ഈ ഭാഗങ്ങൾ ഞാൻ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടായേക്കാം. ഞെട്ടേണ്ട ഒരു ആവശ്യവും ഇല്ല. ഭർത്താവിൻ്റെ കുടുംബത്തിലെ പ്രായമായ അംഗങ്ങളെ സേവിക്കേണ്ടതും വേർപിരിഞ്ഞ് താമസിക്കണമെന്ന അന്യായമായ ആവശ്യം ഉന്നയിക്കാതിരിക്കുന്നതും ഇന്ത്യൻ സംസ്കാരം ഭാര്യയെ നിർബന്ധിതമാക്കുന്നു എന്ന് ജാർഖണ്ഡ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞു വെച്ചു. സത്യത്തിൽ ഈ പുള്ളിയെ ഏതെങ്കിലും അമ്പലത്തിൽ പൂജയ്ക്ക് പോവുക വേണ്ടത്. ജഡ്ജിങ് പാനൽ ഇരിക്കാൻ ഒരു തരത്തിലും അർഹനല്ല അദ്ദേഹം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാമൻ പാണ്ഡുരംഗ് കാനെ, അദ്ദേഹം കൊളോണിയൽ ഭരണകാലത്ത് ജഡ്ജിയായിരുന്നു. അദ്ദേഹം ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന 4 വോള്യം പുസ്തകം എഴുതി. ആധികാരികമായി ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര. അതവിടെ ഇരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര എഴുതപ്പെടുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര PV കാനയ്ക്ക് എഴുതേണ്ടി വരുന്നത് കൊളോണിയൽ ഭരണകർത്താക്കളും ഇന്ത്യയിലെ ശിക്ഷ നടപ്പിലാക്കുന്നതിനും അധികാരം നടപ്പിലാക്കുന്നതിലും കൊളോണിയൽ ഭരണാധികാരികൾ ഉപയോഗിച്ചത് എന്തു തന്നെയാണ്? ഈ മനുസ്മൃതിയും ഈ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രവും മറ്റ് സ്മൃതി ഗ്രന്ഥങ്ങളും തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അപകടകരമായ അവസ്ഥാവിശേഷം. അതുകൊണ്ടാണ് ഈ കൊളോണിയൽ ഭരണകർത്താക്കൾക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടി കൂടിയാണ് PV കാനെ എന്ത് ചെയ്തത്? ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര രചിച്ചത് എന്നുള്ളതിൻ്റെ ഒരു സാംസ്കാരിക ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ജഡ്ജിമാർ പറയുന്ന ഇന്ത്യൻ സംസ്കാരം എന്താണ്? ഈ ഇന്ത്യൻ സംസ്കാരത്തിൽ ബൗദ്ധരുണ്ടോ? ചാർവാകന്മാരുണ്ടോ? മറ്റ് വ്യത്യസ്ത മതവിശ്വാസികളുണ്ടോ? മതവിശ്വാസം ഇല്ലാത്തവരുണ്ടോ? ഇന്ത്യയിലെ വൈവിധ്യത്തെ ഒരിക്കലെങ്കിലും ഈ ജഡ്ജിമാർ പരിഗണിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യൻ സംസ്കാരമെന്ന് കോടതി വിധികളിലൂടെ നിരന്തരം അരക്കിട്ടുറപ്പിക്കുന്നത് ഈ ബ്രാഹ്മണിക പൊതുബോധമാണ്. മനുസ്മൃതിയുടെയും മറ്റ് പൊതുബോധമാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് വിളിക്കുക. ഇപ്പം ഭർത്താവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ സേവിക്കുക ആരുടെ ജോലിയാണ്? സ്ത്രീകളുടെ ജോലിയാണ്. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കണമെന്ന് ആരാഗ്രഹിക്കാൻ പാടില്ല? സ്ത്രീകൾ ആഗ്രഹിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമാണെന്ന്. ഈ ഡിവോഴ്സ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ
പെണ്ണുങ്ങളെ മുഴുവൻ ഈ ആണുങ്ങളിട്ട് കഷ്ടപ്പെടുത്തിയാണ്. ഇപ്പം തന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും പെണ്ണുങ്ങൾക്ക് നിവർത്തിയില്ല, സ്ത്രീകൾക്ക് രക്ഷയില്ല. അപ്പോഴാണ് ജഡ്ജി പറഞ്ഞത് ജീവിതകാലം മുഴുവൻ അങ്ങ് സഹിച്ചോളാൻ പറയുന്നത്. ആ രീതിയിലാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് നിരന്തരം പറഞ്ഞു വെക്കുന്നത് ബ്രാഹ്മണ്യ സംസ്കാരമാണ്. വേദേതിഹാസങ്ങൾക്ക് പുറത്തുള്ള ലോകത്തെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഈ നീതിന്യായ പീഠങ്ങളിൽ ആരോഹിതരായിരിക്കുന്ന ജഡ്ജിമാർ പരിഗണിച്ചിട്ടേയില്ല. ജസ്റ്റിസ് സുഭാഷ് ചന്ദിൻ്റെ 25 പേജുള്ള ഉത്തരവിൽ സുപ്രീം കോടതി മനുസ്മൃതി ഉൾപ്പെടെയുള്ള പുരാതന ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആദർശപരമായ ദാമ്പത്യത്തെയും ദമ്പതികളുടെ അവകാശത്തെയും കടമകളെയും വിവരിക്കുന്നു. കോടതിക്ക് എന്ത് കാര്യം? ഭർത്താവ് എങ്ങനെ ജീവിക്കണം, ഭാര്യ എങ്ങനെ ഭർത്താവിനോട് പെരുമാറണമെന്നൊക്കെ ജഡ്ജി സുഭാഷ് ചന്ദ് 25 പേജുള്ള വിധി എഴുതിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കാം. ഭർത്താവിൻ്റെ ജോലിയിൽ അവൾ താല്പര്യം വളർത്തിയെടുക്കണം. ഭർത്താവിൻ്റെ പ്രവർത്തന ലോകത്തെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് കഴിയണം. മാത്രമല്ല ഭർത്താവിന് ബൗദ്ധിക സൗഹൃദം നൽകാൻ അവൾക്ക് കഴിയണം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാകുന്നു ഭാര്യ. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് സുഭാഷ് ചന്ദിൻ്റെ ജഡ്ജിമെൻറ്റിൽ നമ്മൾ കാണുക. നേരെ തിരിച്ചൊരു വരി. ഇതേ കേസ് സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലോ, ഭർത്താവിൻ്റെ ജോലിയിൽ ഭാര്യയുടെ ജോലിയിൽ ഭർത്താവ് താല്പര്യം വളർത്തിയെടുക്കണം എന്ന് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടോ? മനുസ്മൃതിയിൽ, ശാങ്കരസ്മൃതിയിൽ, ഋഗ്വേദത്തിൽ ഒന്നുമില്ല. ഈ ജഡ്ജിമാരും പറയുമോ? ഇല്ല. അപ്പം മനുസ്മൃതിയുടെ അതേ തത്വശാസ്ത്രമാണ് ഈ നീതിന്യായ പീഠങ്ങളിൽ ഉപവിഷ്ടരായിരിക്കുന്ന ന്യായാധിപന്മാർ പറയുന്നത് എന്നുള്ളതാണ്. അതീന്ദ്രിയോ ചക്രവർത്തി 2020 എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത്. അതിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കാം. ഭരണഘടന അംഗീകരിക്കപ്പെട്ട 1950 മുതൽ ഇന്ന് വരെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അപകടകരമായൊരു കളിയിലാണ്. വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അത് മനുസ്മൃതിയെ ഉദ്ധരിക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പരാമർശിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് മനുസ്മൃതിയെ സംബന്ധിച്ചും ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ചും വളരെ ആഴത്തിൽ പഠനങ്ങൾ നടത്തിയ അതീന്ദ്രിയോ ചക്രവർത്തി എഴുതുന്നുണ്ട്. 1950-നും 2019-നും ഇടയിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും 38 തവണയാണ് മനുസ്മൃതി വിധിന്യായങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. എത്ര തവണയാണ്? 38 തവണ. അതീന്ദ്രിയ ചക്രവർത്തി അത്രേ കണ്ടുപിടിച്ചുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഒരു 5000 പരാമർശങ്ങളെങ്കിലും കാണും. 5000 പരാമർശങ്ങൾ. കേരള ഹൈക്കോടതിയിൽ ചിദംബരേശിൻ്റെയും നഗരേശിൻ്റെയും വിധിന്യായങ്ങൾ ആ അർത്ഥത്തിൽ ഒരു PhD ഗവേഷണത്തിന് തന്നെ പഠനവിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനുസ്മൃതിയും പുരാണങ്ങളും വളരെ സമൃദ്ധമായിട്ട് കാണാൻ കഴിയും. വളരെ അടുത്തിടെ കേരള ഹൈക്കോടതിയിൽ അധ്യാപകരെ സംബന്ധിച്ച ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ഹൈക്കോടതി വിധിയിൽ ഉദ്ധരിക്കുന്നത് സ്കന്ദപുരാണത്തിലെ ഒരു ശ്ലോകമാണ്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ. അധ്യാപകർ എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച് ആധുനികമായ ഏതെങ്കിലും തരത്തിലുള്ള മൂല്യബോധങ്ങളല്ല, 10-ാം നൂറ്റാണ്ടിലെ സ്കന്ദപുരാണത്തിലെ ശ്ലോകമാണ് ജഡ്ജി ഉദ്ധരിക്കുന്നത്. സത്യത്തിൽ ഇവരെയൊക്കെ സംസ്കൃതം പഠിക്കാൻ സംസ്കൃത കോളേജുകളിൽ നിയമിക്കുക വേണ്ട, അല്ലാതെ സുപ്രീം കോടതിയിൽ ജഡ്ജിയുടെ കസേരയിൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ 26 എണ്ണം 2009-നും 2019-നും ഇടയിലാണ്. ഈ മനുസ്മൃതിയുടെ പരാമർശങ്ങൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് 2009-നും 2019-നും ഇടയിലാണ്. ഈ 2009-നും 2019-നും ഇടയിലുള്ള ഇന്ത്യയുടെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് വർദ്ധിത വീര്യത്തോടെ ഹിന്ദുത്വം ശക്തി പ്രാപിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. 1989-നും 2019-നും ഇടയിൽ സുപ്രീം കോടതി 7 തവണ മനുസ്മൃതി ഉദ്ധരിച്ച് തീരുമാനങ്ങളെടുത്തു. 7 തവണയാണ്. അംബേദ്കർ പറഞ്ഞ എന്താണ്? ഈ മനുസ്മൃതി ചുട്ടരിച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയൊരു ജനാധിപത്യ കൈരേഖ ഇന്ത്യക്കായി നൽകുന്നു എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പ്രസ്താവിച്ചത്. അതേ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ മനുസ്മൃതി തിരികെ കയറ്റി വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നൊരു സ്ഥലമായി ഇന്ത്യ മഹാരാജ്യം മാറി തീർന്നിരിക്കുന്നു. സുപ്രീം കോടതി ആദ്യമായി ഒരു വിധിന്യായത്തിൽ മനുസ്മൃതി ഉപയോഗിച്ചത് 1989-ലാണ്. 1989 വിമലാഭായി വേഴ്സസ് ഹിരാലാൽ ഗുപ്ത എന്ന കേസിൽ
ഹിന്ദു അനന്തരാവകാശ നിയമത്തിലെ ബന്ധവ എന്ന ആശയം വിശകലനം ചെയ്യുന്നതിനിടയിൽ സുപ്രീം കോടതി അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മനുസ്മൃതിയെപ്പറ്റി പരാമർശിക്കുന്നു. വീണ്ടും 6/8/2008 രാജ്ബീർ സിംഗ് ദലാൽ വേഴ്സസ് ചൗധരി ദേവിലാൽ യൂണിവേഴ്സിറ്റി കേസിൽ ജസ്റ്റിസ് കബീറും നമ്മൾ പുരോഗമനകാരിയായി വാഴ്ത്തുന്ന ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവും മീമാംസാ തത്വശാസ്ത്രങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മനുസ്മൃതിയും ശങ്കരാചാര്യ കൃതികളും ഉദ്ധരിച്ചു. വേറെ പുസ്തകം ഇവർക്ക് ഇതല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ. ഭരണഘടനയെ സംബന്ധിച്ച് ആധുനികമായ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കേണ്ടതിന് പകരം, ആധുനികമായ നീതിന്യായ വ്യവസ്ഥകൾ ഉദ്ധരിക്കേണ്ടതിന് പകരം ശങ്കരാചാര്യരുടെ കൃതിയിലൊക്കെയാണ് ഇവർക്ക് PhD. അത്ഭുതം അത്ഭുതം. ഈ വിധിയിൽ അവർ പറയുന്നത്, പൊതുനിയമം നിശബ്ദമായ സ്ഥലങ്ങളിൽ നിയമങ്ങളുടെ വ്യാഖ്യാനത്തിൽ മീമാംസാശാസ്ത്രം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഈ വിധിയിൽ പറയുന്നത്. ഏത് വിധിയിൽ? രാജ്ബീർ സിംഗ് ദലാൽ വേഴ്സസ് ചൗധരി ദേവിലാൽ യൂണിവേഴ്സിറ്റി കേസിൽ പൊതുനിയമം നിശബ്ദമായ എല്ലാ സ്ഥലങ്ങളിലും എന്തുപയോഗിക്കണം? മീമാംസയുടെ സാധ്യത ഉപയോഗിക്കണം. വിജയ് നാരായൺ തട്ട് ആൻഡ് അതേഴ്സ് വേഴ്സസ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആൻഡ് അതേഴ്സിലെ കേസിൽ മാക്സ്വെല്ലിൻ്റെ പൊതുനിയമ വ്യാഖ്യാനത്തെക്കാൾ ശ്രേഷ്ഠത മീമാംസാ ഗ്രന്ഥങ്ങൾക്കാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിങ്ങൾക്ക് സംശയമുള്ളവർക്കെല്ലാം ഈ വിധി പോയി പരിശോധിക്കാവുന്നതാണ്. 2012 ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ, അദ്ദേഹം GM വെങ്കറെഡ്ഡി വേഴ്സസ് ഡെപ്യൂട്ടി കമ്മീഷണർ കോലാർ കേസിൽ 1978 കർണാടക പട്ടികജാതി പട്ടികവർഗ ഭൂമി കൈമാറ്റം നിരോധിക്കൽ നിയമത്തെ പ്രതികൂലമായി കൈവശപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള തൻ്റെ വാദം സാധൂകരിക്കാൻ വിക്രംജിത്ത് സെൻ ഉദ്ധരിച്ചത് മറ്റൊന്നുമല്ല, മനുസ്മൃതിയാണ്. ഇതേത് വർഷമാണ്? 2012. 2014 ഇതെല്ലാം പോട്ടെന്ന് വെക്കാം. കോട്ടാൻകോട്ട് ഹിന്ദുക്കളുടെ കാര്യമാണെന്നെങ്കിലും പറയാം. കോട്ടാൻകോട്ട് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ആരാണ്? അത് ത്രൈവർണികർ മാത്രമാണ് കേട്ടോ. മനുസ്മൃതി വെച്ചുകൊണ്ട് ഈ പറയുന്ന അവർണരെ മുഴുവൻ മനുസ്മൃതിയുടെ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ഈ കുടക്കീഴിൽ എന്നൊക്കെ പറയുമ്പോൾ നനയാതിരിക്കാനാന്നുള്ള തോന്നലും വേണ്ട കേട്ടോ. അതിനകത്തുനിന്ന് പൊഴിയുന്നത് മുഴുവൻ തീയാണ്. നമ്മൾ ചില വാക്കുകളും, ഞാൻ ഇന്ന് ഈ അതീന്ദ്ര ചൗധരിയുടെ ലേഖനം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു തർജ്ജമ നമ്മൾ നോക്കുമ്പോൾ മനുസ്മൃതിയുടെ വെളിച്ചത്തിൽ എന്നൊരു വാക്ക് കണ്ടു. മനുസ്മൃതിയുടെ വെളിച്ചത്തിൽ. മനുസ്മൃതി പുറപ്പെടുവിക്കുന്നത് മുഴുവൻ അന്ധകാരമാണ്. അതിന് വെളിച്ചം ഉണ്ടാക്കാൻ കഴിയില്ല. മനുസ്മൃതിക്ക് ഒരിക്കലും വെളിച്ചം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 2014 മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ, അതിൻ്റെ ജീവനാംശവുമായി ബന്ധപ്പെട്ട കേസിൽ മെഹ്റനിസ വേഴ്സസ് സയ്യിദ് ഹബീബ് കേസിൽ കർണാടക ഹൈക്കോടതി വിധി പറയാൻ തുടങ്ങുന്ന ഇങ്ങനെ. അതിൻ്റെ ആമുഖ വാചകം ഒന്ന് വായിക്കാം. ജാതി, മതം, നിറം എന്നിവയ്ക്കപ്പുറം വളരെയധികം ആദരവോടെ ആദരിക്കപ്പെടുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തെക്കുറിച്ച് പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന മനുസ്മൃതിയിലെ ഒരു മഹത്തായ സാർവത്രിക വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ വിധിന്യായം ആരംഭിക്കുന്നത് ഉചിതവും ന്യായവുമാണെന്ന് ഞാൻ കരുതുന്നു എന്നാ ജഡ്ജി എഴുതുന്നത്. മനുസ്മൃതിയിൽ ഏത് വാചകം? പിതാ രക്ഷതി കൗമാര് പുത്രോ രക്ഷതി വാർദ്ധക്യ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. 2014 വിധിയാണ്. മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനുസ്മൃതിക്ക് എന്ത് കാര്യം? വല്ല ഹദീസോ ഖുറാനോ ഉദ്ധരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ന്യായമെങ്കിലും പറയാം. മുസ്ലിങ്ങളുടെ കാര്യത്തിലും ജഡ്ജിക്ക് പ്രചോദനം മനുസ്മൃതിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോക്കേ, എന്തോ ഒരു വലിയ ചാണകക്കുഴിയിലാണ് ഇന്ത്യ മഹാരാജ്യം അകപ്പെട്ടിരിക്കുന്നതെന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ ആദിയും വ്യാധിയും വർദ്ധിക്കുകയാണ്. മുസ്ലിം വ്യക്തി നിയമത്തിന് കീഴിൽ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ലഭിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ച കേസിൽ മനുസ്മൃതി ഉദ്ധരിക്കുന്നതിൽ അപകടകരമായ സാഹചര്യങ്ങൾ കോടതി വഴി തുറന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യത്തിലും മനുസ്മൃതി ഉദ്ധരിക്കുന്ന കോടതി അത്ര നിഷ്കളങ്കമായ പ്രവർത്തനത്തിനല്ല നേതൃത്വം വഹിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 2016 മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെയും മകൻ്റെയും കടമകളെക്കുറിച്ച് ഗൗഹാത്തി ഹൈക്കോടതി ആവേശത്തോടെ പരാമർശിക്കുന്നത് കാണാം. 2016 വിധിയാണ്. ദത്തെടുക്കൽ, അനന്തരാവകാശം എന്നിവ സംബന്ധിച്ച ചർച്ചയിൽ ഹൈക്കോടതി മനുസ്മൃതിയിലെ 9-ാം അധ്യായം 135-ാമത്തെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഗൗഹാത്തി ഹൈക്കോടതി പറയുന്നത്,
പുംനാമം എന്ന് പറയുന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറയുന്നു. അതുകൊണ്ട് പുത്രൻ എങ്ങനെയായിരിക്കണം? മനുസ്മൃതിയിൽ പറയുന്ന പുത്രനായിരിക്കണം. ഈ വിധിന്യായത്തിലൂടെ ബ്രാഹ്മണ മതത്തിൻ്റെ ആശയങ്ങളായ സ്വർഗം, നരകം, ആത്മാവ് എന്നീ സങ്കല്പങ്ങൾ ഉറപ്പിക്കാൻ കോടതി ശ്രമിക്കുന്നു. ഇങ്ങനെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ മനുസ്മൃതിയെ അംഗീകരിക്കുന്നു. ചാതുർവർണ്ണ്യത്തിന് പുറത്തുള്ള ജനസമുദായങ്ങളെ കൂടി മനുസ്മൃതിയുടെ കീഴിൽ കൊണ്ടുവരാൻ ഇത്തരം വിധികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുരാഷ്ട്രം നിലയിൽ വരുന്നത് എങ്ങനെയാണ്? അത് RSSകാർ മാത്രം വിചാരിച്ചിട്ടുണ്ടാകുന്നതല്ല. ഈ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നീതിന്യായ സ്ഥാപനങ്ങളിലും ഇരുന്ന് മനുസ്മൃതിയും ശാങ്കരസ്മൃതിയും കൗടില്യൻ്റെ അർത്ഥശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ സമൃദ്ധമായി ഉദ്ധരിച്ചാണ് ഈ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞ വ്യവസ്ഥാക്രമം ഉണ്ടായി വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ണ് തുറന്ന് കാണേണ്ട ഒന്നാണ്. അതീന്ദ്രിയ ചക്രവർത്തി ഇങ്ങനെ എഴുതുന്നു: ഭരണഘടന 14 മുതൽ 18 വകുപ്പുകൾ ഫലത്തിൽ നിയമം വഴി ജാതീയതയും അതിൻ്റെ സ്വാധീനവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ മുൻവാതിൽ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ ഉന്നത നീതിന്യായ വ്യവസ്ഥ മനുസ്മൃതിയുടെ ആവർത്തിച്ചുള്ളതും തീഷ്ണവുമായ ആഹ്വാനത്തിലൂടെ ഒരു പിൻവാതിൽ തീർച്ചയായും തുറന്നിട്ടിട്ടുണ്ട്. അപ്പം മുൻവാതിലിൽ അയിത്തം നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു, സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്നു, കാര്യങ്ങളെല്ലാം ശരിയാണ്. അത് മുൻവാതിൽ അടച്ചിട്ടിട്ടുണ്ട്. പക്ഷേ പുറകിൽ കൂടെ മനുസ്മൃതിയുടെ താളുകൾ ഇങ്ങനെ ഭരണഘടനയുടെ ഇടയിലോട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. അതാരും തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ഭരണഘടനയുടെ പേജ് കീറിയിട്ട് അതിൻ്റെ പകരം ഏത് പേജാണ് വെക്കുന്നത്? മനുസ്മൃതിയുടെ പേജുകൾ ഇങ്ങനെ തിരികിക്കൊണ്ടിരിക്കുക. 1976 കുഷ്മ വേഴ്സസ് ബാൾഡിയോ കേസിൽ മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയുള്ള നാമകരണത്തെപ്പറ്റി വിവരിച്ചുകൊണ്ട് അതിന് ജുഡീഷ്യറി സാധൂകരണം നൽകുക. പേരിടുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന ഒരു വിധിയാണ്. ഒരത്ര പേരെങ്ങനെ ഇടണം? സുപ്രീം കോടതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കേസിൽ കോടതി പറയുന്നത് മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് പേരിടേണ്ടത്. ഇതാണ് കോടതി തീരുമാനിക്കുന്നത്. ഇനി എങ്ങനെയാണ് പേരിടേണ്ടത് മനുസ്മൃതി പറയുന്നത് സംബന്ധിച്ച് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ മനസ്സിലാകും എന്തുമാത്രം ആഴത്തിലാണ് ഈ ഹിംസ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. മംഗല്യം ബ്രാഹ്മണ്യസ്യാത് ക്ഷത്രിയസ്യ ബലാന്വിതം വൈശ്യസ്യ ധനസംയുക്തം ശൂദ്രസ്യ തു ജുഗുപ്സിതം. മനുസ്മൃതി 2-ാം അധ്യായം 30-ാമത്തെ ശ്ലോകം. ബ്രാഹ്മണന് മംഗളസൂചകമായ പേരും ക്ഷത്രിയന് ബലത്തെ സൂചിപ്പിക്കുന്നതും വൈശ്യന് ധനപരമായതും ശൂദ്രന് ജുഗുപ്സ ഉളവാക്കുന്നതുമായ പേര് നൽകണം. ഒരു ശൂദ്രൻ്റെ പേര് കേട്ടാൽ അറപ്പും വെറുപ്പും തോരുന്ന പേര് മാത്രമേ ആർക്ക് നൽകാവൂ? ശൂദ്രന് നൽകാവൂ. ബ്രാഹ്മണനോ മംഗളസൂചകമായ പേരേ നൽകാവൂ. ക്ഷത്രിയനോ ബലത്തെ സൂചിപ്പിക്കുന്നത്, വൈശ്യന് ധനപരമായത്. ഇങ്ങനെ പേരിടുന്നതിൽ പോലും വളരെ കൃത്യമായ ജാതീയത കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്, ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണ്. ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണ്. ഹിറ്റ്ലർ ചത്തപ്പോൾ ആ വംശീയത ഒരു തരത്തിൽ അവസാനിച്ചു എന്ന് കരുതാം. മനു ചത്താലും അവസാനിക്കാത്ത ഹിംസയുടെ പേരാണ് ചാതുർവർണ്ണ്യ ധർമ്മഹിംസ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ നിന്ന് മാറി വിപ്ലവകരമായൊരു വിധി ഉണ്ടാകുന്നത് 2019 ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ആൻഡ് അതേഴ്സ് എന്ന കേസിലാണ്. ഇതിൽ സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്ന തടയുന്നത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി കണ്ടെത്തി. എന്നിട്ട് എന്തുണ്ടായി എന്നുള്ളത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ബിടെക്കും എംടെക്കും MSc ബയോളജി ഒക്കെ പഠിച്ച സ്ത്രീകൾ തന്നെ റോഡിലിറങ്ങി എന്തു പറഞ്ഞു? ആർത്തവം അശുദ്ധിയാണ്, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. 55 60 എനിക്കറിഞ്ഞുകൂടാ. 60 വയസ്സ് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, അതിനുശേഷം ഞങ്ങൾ അയ്യപ്പനെ കാണുന്നുള്ളൂ. അവസാനം ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുക കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിധിയുടെ മറ്റ് പരാമർശങ്ങൾ. എന്നുവെച്ചാൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ഇത്രമാത്രം ഒരു അടഞ്ഞ സമൂഹം കേരളത്തിലല്ലാതെ മറ്റെങ്ങുമില്ല. അടഞ്ഞ സമൂഹമാണ് കേരളീയർ. ഉത്തരേന്ത്യയിലൊക്കെ ഹിന്ദുത്വം വളരെ പ്രത്യക്ഷമായിട്ടാണല്ലോ പറയുന്നത്. നമ്മളെങ്ങനെയാണ് ഹിന്ദുത്വം കൊണ്ടു നടക്കുന്നത്?
നമ്മൾ പുറത്ത് പുരോഗമനകാരികളായിരിക്കും, അകത്ത് തനി ജാതിവാദികളുമായിരിക്കും. ഉത്തരേന്ത്യയിൽ നമുക്ക് എങ്ങനെയെങ്കിലും നേരിടാമെന്നെങ്കിലും പറയാം. കാരണം പ്രത്യക്ഷത്തിലാണല്ലോ യുദ്ധം. പ്രത്യക്ഷത്തിലുള്ള യുദ്ധമായിട്ട് നമുക്ക് അതിന് പോരാടാം. കേരളത്തിലെ ജാതി മലയാളികൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? അത് രാമനെ പോലെ ഒളിച്ചു നിന്ന് അമ്പ ചെയ്യും. നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ അമ്പ് കൊണ്ട് വീഴുമ്പോഴായിരിക്കും അതുകൊണ്ട് അവൻ അമ്പ ചെയ്തല്ലോ എന്ന് ബോധ്യപ്പെടുന്ന അപ്പോഴാണ്. അപ്പം രാമനെ പോലെ ഒളിയമ്പ ചെയ്യുന്നവരാണ് ജാതി മലയാളികൾ. തിളച്ച അമ്പിനാൽ ബാലിയെ ഒളിച്ചു നിന്ന് അമ്പ ചെയ്ത് വധിച്ച ആളാണ് രാമൻ. മലയാളികളും അതുപോലെ ഒളിച്ചു നിന്ന് അമ്പ ചെയ്യും. ഒരു ചെറിയ ഉദാഹരണം പറയാം. എനിക്ക് കൂടി നേരിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ്. ഒരു പഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ വർഷങ്ങളായിട്ടൊരു ദളിത് സ്ത്രീ പഞ്ചായത്തിൽ, ബ്ലോക്കിൽ നിരന്തരം കഴിഞ്ഞ 10 വർഷമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു വരിക. അവർക്ക് ആ വർഷം തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള പരിചയവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്താണ്, ഇന്നർ സർക്കിൾ കൂടി തീരുമാനമെടുത്ത് വന്നപ്പോൾ ആ വർഷം ജയിച്ചു വന്ന ഒരു സ്ത്രീയെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാക്കി. ഇതാണ് കേരളത്തിലെ ശൂദ്രർക്കുള്ള പ്രത്യേകമായ സംവരണാവകാശം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉദയം ചെയ്തു വന്ന ഒരു ദളിത് സ്ത്രീ പുറമ്പോക്കിലുമായി ഇന്നലെ ഇങ്ങോട്ട് ജയിച്ചു വന്ന ആൾ പെട്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമായി. അതാണ് തിളച്ച അമ്പിനാൽ ഒളിയമ്പെയ്യുന്ന രാമൻ്റെ പ്രത്യയശാസ്ത്രമാണിത്. നമ്മൾ അറിയത്തില്ല, അമ്പ് വന്ന് വീണ് നമ്മുടെ നെഞ്ചത്ത് കൊണ്ട് മറിഞ്ഞ് വീണുമ്പോഴാണ് കഴിക്കുക, അയ്യോ എൻ്റെ ദേഹത്ത് ഇത് കൊണ്ടല്ലോ എന്ന്. അവിടെ അമ്പ് രായിക്കൊണ്ടിരിക്കുക. ഇതാണ് മലയാളി കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കാര്യം. വൈസ് ചാൻസലർമാരുടെ ലിസ്റ്റ് കൊടുക്കുമ്പോഴേ നമ്മൾ നോക്കും, സവർണർ തന്നെയാണല്ലോ അല്ലേ 10 പേരുടെ ലിസ്റ്റ് കൊടുക്കുന്നെങ്കിൽ സവർണർ തന്നെ ആയിരിക്കണം. അതിനകത്ത് പുരോഗമന കക്ഷിയെന്നോ വലത്ത് കക്ഷിയെന്നോ ഇടത്ത് കക്ഷിയെന്നോ ഒരു ഭേദവും ആ കാര്യത്തിലില്ല. അത് സവർണർ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ 10,000 വട്ടം ഉറപ്പാക്കും. എന്നിട്ടും നമ്മൾ പുരോഗമനകാരികളാണ്. അതെങ്ങനെ നമ്മൾ പുരോഗമനകാരികളാകും? നമ്മൾ പുരോഗമനകാരികളല്ല, നമ്മൾ ജാതിത്തീനികളും ജാതിബോധ്യവുമായിട്ട് നടക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മൾ സ്വയം നമ്മൾ ജാതിവാദികളാണെന്ന് സ്വയം അംഗീകരിക്കുക ആദ്യം. അല്ല, നമ്മൾ പുരോഗമനം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പുരോഗമനം പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല, അത് ജീവിതത്തിൻ്റെ മൂല്യബോധമായിട്ട് മാറേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ മനുസ്മൃതിയെ ഉദ്ധരിക്കലിലൂടെ കോടതി മനുസ്മൃതിക്ക് നിയമപരമായ പവിത്രത നൽകി. അതീന്ദ്രിയ ചക്രവർത്തി എഴുതുന്നു, ലോകമെമ്പാടും തുല്യത രോഗാതുരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഉന്നത തലങ്ങൾ മനുസ്മൃതിയെ അംഗീകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നതിലേക്കുള്ള ഈ വളർന്നു വരുന്ന പ്രവണത ഈ രോഗത്തിൻ്റെ ഒരു നിർണായക ലക്ഷണമാണെന്ന് നമുക്ക് വാദിക്കാം. ഈ രോഗത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അതുയർത്തുന്ന അപകടങ്ങളെക്കുറിച്ചും നമുക്ക് ബോധവാന്മാരാകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതീന്ദ്രിയ ചക്രവർത്തി തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഈ ജഡ്ജിമാർ എവിടെ നിന്നാണ് അവരുടെ പ്രത്യയശാസ്ത്ര പാഠങ്ങൾ സാധൂകരിക്കുന്നത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടതാണ്. VD സവർക്കർ വുമൺ ഇൻ മനുസ്മൃതി എന്ന് പറയുന്ന പ്രബന്ധത്തിൽ എഴുതി, നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിന് വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആരാധനായോഗ്യമായ വിശുദ്ധ ഗ്രന്ഥമാണ് മനുസ്മൃതി. ജഡ്ജിമാരിത് ഉദ്ധരിക്കുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? സവർക്കർ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. പ്രാചീന കാലം മുതൽ തന്നെ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും അടിസ്ഥാനമായി തീർന്നു. ഏത്? മനുസ്മൃതി. നൂറ്റാണ്ടുകളായി ഈ ഗ്രന്ഥം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആത്മീയവും ദിവ്യവുമായ മുന്നേറ്റത്തിനുള്ള നിയമാവലിയാണ്. മനുസ്മൃതി എന്ത് മുന്നേറ്റമായി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. ആളുകളെ അടിച്ചമർത്തുകയും സ്ത്രീകളെയും അവർണ ബഹുജന കോടികളെയും പിന്തള്ളുകയും പുറത്താക്കുകയും ചെയ്ത പുസ്തകത്തിൻ്റെ പേരാണ് മനുസ്മൃതി. ഇന്നും കോടിക്കണക്കിന് ഹിന്ദുക്കൾ അവരുടെ ജീവിതത്തിലും പ്രയോഗങ്ങളിലും പിന്തുടരുന്ന നിയമങ്ങൾ മനുസ്മൃതി അടിസ്ഥാനമുക്കിയിട്ടുള്ളതാണ്. ഇന്നും മനുസ്മൃതി ഹിന്ദു നിയമമാണ്. VD സവർക്കർ എഴുതി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഫേവർ ഓഫ് നാഷണാലിറ്റി എന്ന പ്രബന്ധത്തിൽ സവർക്കർ പറയുന്നു, ജാതി സമ്പ്രദായം ഒരു ഹിന്ദു രാഷ്ട്രത്തെ തിരിച്ചറിയാനുള്ള സവിശേഷമായ അടയാളമാണ്. പ്രകൃതിദത്തമായ അവശ്യ ഘടകമാണ് ജാതി. സവർക്കർ എഴുതുന്നു, രാഷ്ട്രത്തിൻ്റെ ശരീരമാണ് ജാതി. അതിൻ്റെ തകർച്ചയോടെ രാഷ്ട്രം നിലവിലില്ലാതെയാകുന്നു. വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡിൽ ഗോൾവാൾക്കർ എഴുതി. നമ്മുടെ ജാതിബോധം നമ്മുടെ മതത്തിൻ്റെ സന്തതിയാണ്. അതിനെ മതത്തിൻ്റെ ശരീരത്തിൽ നിന്നും വേർതിരിച്ച് കാണാനാവില്ല.
ഗോൾവാക്കർ എഴുതുന്നു. വി ആർ അവർ നേഷണൽ ഡിഫൈൻഡിൽ ഗോൾവാക്കർ പറയുന്നു, ഹിന്ദുസ്ഥാനായിട്ടുള്ള ഈ രാജ്യത്ത് ഹിന്ദു ജാതി, അതിൻ്റെ ഹിന്ദുമതം, ഹിന്ദു സംസ്കാരം, ഹിന്ദു ഭാഷ എന്നിവയാൽ രാഷ്ട്രസങ്കല്പം പൂർണ്ണമാവുന്നു. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ദളിതർക്കും അവർണ ബഹുജന കോടികൾക്കും ഒന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത സംസ്കാരത്തിൻ്റെ പേരാണ് ഹിന്ദുസ്ഥാൻ എന്ന് അറിയപ്പെടുന്ന ഹിന്ദു സംസ്കാരം. ഞാൻ പറയുന്നതാണ്, ഗോൾവാക്കർ തന്നെ എഴുതിയതാണ്. അദ്ദേഹം ബെഞ്ച് ഓഫ് തോട്ട്സിൽ ഇങ്ങനെ എഴുതി: ഹിന്ദു ജനത വിരാട് പുരുഷനായ സർവശക്തൻ സ്വയം മൂർത്തിമത് ഭവിച്ചിട്ടുള്ളതാണ്. ബ്രാഹ്മണൻ ശിരസിൽ നിന്നും, ക്ഷത്രിയൻ കരങ്ങളിൽ നിന്നും, വൈശ്യൻ തുടയിൽ നിന്നും, ശൂദ്രൻ പാദത്തിൽ നിന്നും ഉത്ഭവിച്ചു. 4 മടക്കുകളുള്ള ഈ സംവിധാനം, അതായത് ഹിന്ദു ജനത നമ്മുടെ ദൈവമാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യമാണ് നമ്മുടെ ദൈവം എന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? ഗോൾവാക്കർ പറഞ്ഞു വെക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ താരതമ്യം ചെയ്ത് നോക്കണം. വി ഡി സവർക്കർ, അതുപോലെ തന്നെ ഗോൾവാക്കർ, ദീൻ ദയാൽ ഉപാധ്യായ, ഇത്രയും പേരുടെ പുസ്തകം ഒരു സൈഡിൽ വെക്കുക. 1950 മുതൽ 2019 വരെയുള്ള ജഡ്ജിമാരുടെ ജഡ്ജ്മെൻ്റ് ഒരു സൈഡിൽ വെക്കുക. സവർക്കർ എഴുതിയതുപോലെയുള്ള സാമ്യമുള്ള വചനങ്ങൾ നമുക്ക് എവിടെ കാണാം? ഈ ജഡ്ജ്മെൻറ്റിൽ കാണാം. സാമ്യം അകന്നൊരു ഉദ്യാനമേ, പാട്ട് കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല. വളരെ കൃത്യമായ സാമ്യം. സവർക്കർ എന്താണോ പറഞ്ഞത് അത് തന്നെ നമ്മൾ വിധിന്യായത്തിൽ കാണും. ഗോൾവാക്കർ എന്താണോ പറഞ്ഞത് അത് തന്നെ വിധിന്യായത്തിൽ കാണും. എന്തൊരു സാമ്യം, എന്തൊരു സവർക്കറോട് എന്തൊരു ആദരവ്! ഭരണഘടനയോടല്ലേ അവർക്ക് ആദരവ്? ഹിന്ദുത്വവാദത്തോടും ഹിന്ദുത്വവാദം മുന്നോട്ട് വെക്കുന്ന നേതാക്കന്മാരോടും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രങ്ങളോടുമാണ് നീതിന്യായ വ്യവസ്ഥയിൽ ആരോഹിതരായിരിക്കുന്നവരുടെ പ്രത്യയശാസ്ത്ര ആ ഒരു അഭിനിവേശം, പ്രത്യയശാസ്ത്ര അഭിനിവേശം. മനുസ്മൃതിയിൽ എന്താണ് പറയുന്നത്, ശാങ്കരസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ എന്താണ് പറയുന്നത് എന്നുകൂടി പരിശോധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. മനുസ്മൃതിയിൽ വിവാഹത്തെപ്പറ്റി പറയും. ശൂദ്രൈവ ഭാര്യ ശൂദ്രസ്യ സാജസ്വാച വിഷസ്മൃതേ തേജസ്വാചൈവ രാജ്ഞശ്ച താശ്ച സാ ചാഗ്രജന്മന. ശൂദ്രന് ശൂദ്ര സ്ത്രീ തന്നെയാണ് ഭാര്യ. വൈശ്യന് ശൂദ്രയും വൈശ്യയുമാകാം. ക്ഷത്രിയന് ശൂദ്രയും വൈശ്യയും ക്ഷത്രിയയും കൊള്ളാം. വിപ്രന് സ്വജാതി മാത്രമല്ല മറ്റു ജാതിക്കാരുമാകാം. ബ്രാഹ്മണൻ എന്താകാം? ബ്രാഹ്മണനല്ല. കേരളത്തിലെ കൃഷ്ണഗാഥയുണ്ടായി, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. എന്തുകൊണ്ടാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതാനുണ്ടായ സാംസ്കാരിക സാഹചര്യം? കേരളത്തിലെ ബ്രാഹ്മണർക്ക് രാമനെ കൊണ്ട് നടന്ന് ശൂദ്ര സംബന്ധം നടത്താൻ കഴിയുമായിരുന്നില്ല. രാമൻ എന്ന് പറയുന്ന ബിംബത്തെ അടയാളമാക്കി ശൂദ്രന്മാരുമായി സംബന്ധം നടത്താൻ കഴിയില്ല. പക്ഷെ കൃഷ്ണൻ എന്ന ബിംബത്തെ ഉപയോഗിച്ചുകൊണ്ട് സംബന്ധമാകാം. കാരണം എന്താണ്? കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ട്. യഥാർത്ഥത്തിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുടെ സാംസ്കാരിക രാഷ്ട്രീയം എന്താണ്? അത് ശൂദ്ര സംബന്ധത്തിൻ്റെ സാധൂകരണ യുക്തിയാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ഒരു ഗ്രന്ഥവും വെറുതെ ഉണ്ടാകുന്നതല്ല. ഈ ശൂദ്ര സംബന്ധത്തെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കണം, അതിനുണ്ടായതാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്നുള്ളതാണ്. മനുസ്മൃതിയിൽ ഈ വാക്കുകൾ 2025 പ്രവർത്തന പദത്തിലാണ്. നമ്മൾ ഈ ഉപഗ്രഹമൊക്കെ അയച്ചിട്ട് നമ്മൾ പറയല്ലോ പ്രവർത്തന പദത്തിലാണെന്ന് എന്ന് പറയുന്നത് പോലാണ് ഇപ്പോഴും എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ അടുത്തിടയിൽ അമൃത TV ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടതാണ് അമൃത TV. അപ്പോൾ അതിനകത്ത് ഒരു വിവാഹ പരസ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രക്ഷേപണം ചെയ്യുന്നത്. അത് നായർ മാട്രിമോണിയാണ്. നായർ മാട്രിമോണിയുടെ പരസ്യമാണ് അമൃത TV കാണിക്കുന്നത്. ആ പരസ്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് നായർ സമുദായത്തിൻ്റെ തീരുമാനമാണ്, ഇത് നായർ സമുദായത്തിൻ്റെ തീരുമാനമാണ്. തീർച്ചയായിട്ടും ഓരോ സമുദായങ്ങൾക്കും തീരുമാനിക്കാം, അത് അവരെ അനുവദിക്കുന്നു. പക്ഷേ നമ്മൾ പുരോഗമനവാദികളാകരുത്. ജാതി പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ജാതിക്കുള്ളിലുള്ള വിവാഹത്തെപ്പറ്റി പേർത്തും പറഞ്ഞിട്ട് നമ്മളങ്ങനെ പുരോഗമനവാദികളാവും. ആയില്ല. ഇപ്പം മനുസ്മൃതിയിൽ ശൂദ്ര സ്ത്രീ തന്നെയാണ് ഭാര്യ എന്ന മനുസ്മൃതിയിലെ വാക്കുകളാണ് 2025 നമ്മൾ മാട്രിമോണിയൽ കോളത്തിലൂടെ കാണുന്നത് എന്നുള്ളതാണ്. വിവാഹത്തിന് ആഗ്രഹിക്കുന്ന ബ്രാഹ്മണനും ക്ഷത്രിയനും സ്വജാതിയിൽ നിന്നും കന്യകയെ ലഭിച്ചില്ലെങ്കിൽ പോലും യാതൊരു വിധത്തിലും ശൂദ്ര സ്ത്രീയെ ആദ്യ ഭാര്യയാക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല.
ഈ മനുസ്മൃതിയിലെ വചനം അനുസരിച്ചാണ് കേരളത്തിൽ വന്ന നമ്പൂതിരിമാർ എന്ത് ചെയ്തത്? അവരെ ശൂദ്രന്മാരെ ആദ്യ ഭാര്യയാക്കാതെ സംബന്ധത്തിലൂടെ വേഴ്ചയിൽ ഏർപ്പെട്ടത്. ഈ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാർ ശൂദ്ര സ്ത്രീകളുമായിട്ട് വേഴ്ച നടത്തിയെങ്കിൽ പോലും അവരെ ഒരിക്കലും കൊട്ടാരത്തിൻ്റെ പടിയിലേക്ക് കയറ്റി. ശൂദ്രാവേദി പദത്യത്രേരുദ്ധ്യതനയസ്യ ച ശൗനകസ്യ സുതോത്പത്യ തദപത്യതയാ ഭൃഗോഹോ എന്ന് മനുസ്മൃതി പറയും. ശൂദ്ര സ്ത്രീയെ വിവാഹം ചെയ്യുന്ന ബ്രാഹ്മണൻ പതിതനാകും എന്ന് അത്രിമുനിയും ഉദത്യപുത്രനായ ഗൗതമനും പറഞ്ഞിരിക്കുന്നു. ശൂദ്രയിൽ സന്താനങ്ങളെ ജനിപ്പിച്ചാൽ മാത്രമേ പതിതനാകൂ എന്നാണ് ശൗനക മതം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആകാം, മക്കളുണ്ടാകാതിരുന്നാൽ മതി എന്നാ പറയുക. എന്താണ് അപ്പോഴത്തെ ഈ മനുസ്മൃതി രചിക്കപ്പെട്ട കാലത്ത് എന്ത് പ്രതിരോധ മാർഗമാണ് മക്കൾ ഉണ്ടാകാതിരിക്കാൻ ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനതിൻ്റെ വിശദ ചർച്ചയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണോന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ജാതി മാറിയുള്ള വിവാഹം അനുവദിക്കാതിരിക്കുക. ഇതൊക്കെയാണ് മനുസ്മൃതി പറയുന്നത്. മനുസ്മൃതി 5-ാം അധ്യായം സ്ത്രീധർമ്മം എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെയുണ്ട് മനുസ്മൃതിയിൽ. സദാ പ്രകൃഷ്ടയാ ഭാവ്യം ഗൃഹകാര്യേഷു ദക്ഷയാ സുസംസ്കൃതോപസ്കരയാ വേചാമുക്തഹസ്തയ. ഏതവസ്ഥയിലും സ്ത്രീ സന്തുഷ്ടയും ഗൃഹഭരണത്തിൽ സമൃദ്ധയുമായിരിക്കണം. പാത്രങ്ങളും ഉപകരണങ്ങളും എല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. വരവിനനുസരിച്ച് ചെലവുകൾ നിയന്ത്രിച്ച് ചെയ്യണം. ഇതെല്ലാം ആരുടെ പണിയാ? സ്ത്രീകളുടെ പണിയാ. എപ്പോഴും പ്രസന്നവദനയാതിരിക്കണം. പൂമുഖവാതിൽ പാട്ടോർക്കുക. വിശീലകാമവൃത്തോവാ ഗുണൈർവാ പരിവർജിത ഉപചര്യ സ്ത്രീയാ സാധ്യ സതതം ദേവവത്പതി. സദാചാരവിഹീനനോ പരസ്ത്രീകളിൽ ആസക്തനോ വിദ്യാദിഗുണശൂന്യനോ ആയാലും ഭർത്താവിനെ പതിവ്രതയായ ഭാര്യ ദേവനെ പോലെ ആരാധിക്കണം. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ പറയും, മൂർഖനാകിലും ഭർത്ത നാരിമാർക്കെല്ലാം ദൈവം. ഡിവോഴ്സ് കൊടുക്കരുത്. എന്താ? മൂർഖനാകിലും ഭർത്ത നാരിമാർക്കെല്ലാം ദൈവം. മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ പാടും. സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു. ആര് ചൊല്ലി? എഴുത്തച്ഛൻ. താതൻ താൻ രക്ഷിക്കണം കൗമാര വയസ്സിങ്കൽ, ഭർത്താവ് രക്ഷിക്കണം വാർദ്ധക്യ വയസ്സിങ്കൽ. മനുസ്മൃതിയിലെ അതേ വരി ആരുദ്ധരിക്കുകയാണ്? എഴുത്തച്ഛൻ ഉദ്ധരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച മാതൃഭൂമി വാരാന്ത പതിപ്പിലൊരു ലേഖനം വന്നു. KP രാമനുണ്ണിയുടെയാണ് ലേഖനം. എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ സാരസ്വത രഹസ്യം. ഇതായിരുന്നു KP രാമനുണ്ണിയുടെ ലേഖനത്തിൻ്റെ ശീർഷകം. ആ ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കർക്കിടക മാസത്തിൽ 30 ദിവസവും രാമായണം വായിക്കുന്നത് എന്തിനാണ്? നമുക്കറിയാത്തൊരു സാരസ്വത രഹസ്യം രാമനുണ്ണി കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താണ് ആ കണ്ടുപിടുത്തം? കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട ഭരണഘടന ഭാവിയിൽ ചുട്ടരിക്കപ്പെടാതിരിക്കാനാണ് കർക്കിടക മാസത്തിൽ എന്ത് ചെയ്യുന്നത്? രാമായണം വായിക്കുന്നത്. അടിയന്തരമായിട്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് ജ്ഞാനപീഠം കൊടുക്കണം. കാരണം ചാണകക്കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവരെ പെട്ടെന്ന് തന്നെ കേരളം ഒന്ന് തിരിച്ചറിഞ്ഞോട്ടെ. എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ സാരസ്വത രഹസ്യം. ബ്രാഹ്മണരുടെ കാലിലെ പൊടി ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്ന് പാടുകയും ഭൂമിയിൽ ബ്രാഹ്മണനായി ജനിച്ചാൽ മാത്രമേ തന്നെ പൂജിക്കാൻ അധികാരമുള്ളൂ എന്ന് പറയുന്ന രാമനെ പുകഴ്ത്തുന്ന എഴുത്തച്ഛൻ്റെ രാമായണം എങ്ങനെയാണ് ഭരണഘടനാ സംരക്ഷണ യജ്ഞമാകുന്നത്? ഭരണഘടനയെ തകർക്കുന്ന പരിപാടിയിലാണ് രാമനുണ്ണി ഏർപ്പെട്ടിരിക്കുന്നത്. തുറന്നു പറയാതെ നിവർത്തിയില്ല. ചാണകം ചാണകമാണെന്ന് പറയാതെ എന്ത് ചെയ്യും? ചാണകത്തിൽ ചവിട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു ലേഖനത്തിൽ നിറയെ ചാണകം ഇരിക്കുന്നു എന്ന് പറയേണ്ടതായിട്ടില്ലേ? പറയാതെ കഴിയില്ല. ഇതാ ഇങ്ങനെ പുരോഗമന പക്ഷത്ത് നിൽക്കുന്നു എന്ന് വ്യാജ്യത്തിൽ കാവി നിറത്തിലെ കൗബീനവും പൂണൂലും ഇട്ടിട്ട് പുറത്ത് പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കുന്ന ആളുകളായിട്ട് ചില പുരോഗമനകാരികൾ കേരളത്തിൽ തെക്കുവടക്ക് നടക്കുന്നുണ്ട്. അവരെ പറ്റിയാണ് ഞാനിത് പറയുന്നത്. അവരുള്ളിൽ എന്ത് ധരിച്ചിരിക്കുന്നു? നല്ലൊരു നിക്കറാണെങ്കിൽ കുഴപ്പമില്ല, കാവി നിറത്തിലുള്ള കൗബീനം ധരിച്ചിരിക്കുന്നു.
ഷർട്ടൂരി നോക്കിയാൽ ഉള്ളിൽ പൂണൂലും കാണാം, തലയിലെ തൊപ്പിയെടുത്ത് നോക്കിയാൽ കുടുമയും കാണാം. ഈ രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഉത്തരേന്ത്യയിൽ ഹിന്ദുത്വവാദികൾ നേരിട്ടുള്ള പോരാട്ടമാണെങ്കിൽ കേരളത്തിൽ അതല്ല. കേരളത്തിൽ പുറത്ത് പുരോഗമന മുഖം മൂടിയും അകത്ത് തനി ജാതിവാദികളുമായിട്ടാണ് ഹിന്ദുത്വർ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം. രാമനുണ്ണി പറയുന്നത് എഴുത്തച്ഛൻ്റെ രാമൻ ജാതിവിരുദ്ധനായിരുന്നു എന്ന്. മന്നിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്ക മാമടോ എന്ന് പറയുന്ന എഴുത്തച്ഛൻ്റെ രാമൻ എങ്ങനെയാണ് ജാതിവിരുദ്ധനാകുന്നത്? ഭരണഘടനാ ധാർമ്മികതയാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ തത്വവാക്യം. അദ്ദേഹം കുറച്ച് കടന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. രാമായണത്തിലെ അഭേദബോധമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ. എന്താണ്? എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ ധാർമ്മികതയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ എന്നൊക്കെ പറയണമെങ്കിൽ ഒരാൾ തനി ഹിന്ദുത്വവാദിയാകാതെ അങ്ങനൊന്നും പറയാനേ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കണം. ഇല്ല, മാനായും മാരീജനായും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഹിന്ദുത്വവാദികൾ പല വേഷങ്ങളിലാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിലൊരു വേഷക്കാരൻ്റെ കാര്യത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നെ കല്ലെറിഞ്ഞാലും കുഴപ്പമില്ല, ഇക്കാര്യം പറയാതെ നിവർത്തിയില്ല. ഇവരൊക്കെ തന്നെ കേരളത്തിലെ പുരോഗമന കക്ഷികൾ, സർവകലാശാല പ്രൊഫസർമാരായിട്ട്, വ്യത്യസ്ത അക്കാദമികളുടെ മെമ്പർമാരായിട്ട്, അക്കാദമികളെ നയിക്കുന്നവരായിട്ടൊക്കെ കുടിയിരിക്കുന്നവരാരാ? പുരോഗമന വേഷമണിഞ്ഞ ഹിന്ദുത്വവാദികളാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളതാണ്. വേണ്ടത്ര ഹിന്ദുത്വവാദികൾ നമ്മുടെ ഭരണകൂട അധികാര കേന്ദ്രങ്ങളിൽ പ്രബലമാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ അവസ്ഥയാണ് ഇതിലൂടെ എല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഗ്രന്ഥഭാഗങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ഗ്രന്ഥങ്ങൾ, ധർമ്മസൂത്രങ്ങൾ വളരെ കൃത്യമായി ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയും സ്ഥാപിക്കുന്ന, അതിൻ്റെ പ്രത്യയശാസ്ത്രം ബോധ്യപ്പെടുത്തുന്ന, പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥപാഠങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ സംഭാഷണത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചത്, ഒന്നാം ഭാഗത്ത് വളരെ വിശദമായി പറഞ്ഞത്, മാക്സ്വെല്ലിൻ്റെയും മറ്റും നിയമപരമായ പൊതുവ്യാഖ്യാനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം മനുസ്മൃതിയും ധർമ്മശാസ്ത്രങ്ങളും പേർത്തും ഈ വിധികളിൽ ഉദ്ധരിക്കുന്നതിനെ പറ്റിയാണ് സൂചിപ്പിച്ചത്. അതെന്തുകൊണ്ടാണ് അത് ഉദ്ധരിക്കരുത് എന്ന് പറയാനാണ് ഈ ഭാഗത്ത് ഞാൻ ശ്രമിക്കുന്നത്. ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ അതിഥി എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമേ ഇവിടെ സമയമുള്ളൂ. അതിഥി ദേവോ ഭവ എന്നുള്ളതാണല്ലോ ഒരു ആപ്തവാക്യം. ആരാണ് അതിഥി? ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറയും, അഗ്നിരിവ ജ്വലൻ അതിഥിരഭ്യാഗച്ഛതി ധർമ്മേട വേദാനാം ഏകൈകം ശാഖാം അതീത്യ ശ്രോത്രിയോ ഭവതി സ്വധർമ്മയുക്തം കുടുംബിനം അഭ്യാഗച്ഛതി ധർമ്മപുരസ്കാരോ നാന്യപ്രയോജനഹാസോ അതിഥിർഭവതി തസ്യ പൂജായാം ശാന്തി സ്വർഗശ്ച. അതിഥി ആരാണ്? ശ്രോത്രിയനായ ഒരു ബ്രാഹ്മണൻ മാത്രമാണ് അതിഥി എന്നാണ് ആര് പറയുന്നത്? ആപസ്തംഭ ധർമ്മസൂത്രം പറയുന്നത്. മറ്റു മനുഷ്യരെ ഒന്നും തന്നെ അതിഥികളായി കാണുന്ന ഒരു സംസ്കാരം ആർക്കില്ല? ഭാരതീയ സംസ്കാരത്തിലില്ല. അപ്പം ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തനി ജാതി സംസ്കാരമാണ്. അതുകൊണ്ട് സഹോദരനയ്യപ്പൻ പാടി ജാതിക്കുശും പാർശ്വമേന്മ. ആർഷഭാരതത്തിൻ്റെ മേന്മ എന്താണ്? അത് ജാതിക്കുശുമ്പാണ്, വേറൊന്നുമല്ല എന്ന് സഹോദരനയ്യപ്പൻ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആ വേദിയിലെ മോഡറേറ്റർ ഉടനീളം ഉപയോഗിച്ചത് ഭാരതം എന്ന വാക്കാണ്. ഏത് പരിപാടിയാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പറഞ്ഞ പ്രശ്നമാകും. അതാണ് ഞാൻ സൂചിച്ചത്. പുരോഗമന കക്ഷികളിലും വേണ്ടത്ര ഹിന്ദുത്വവാദികൾ, അതുകൊണ്ടാണത് പറയാത്തത്. പറയുന്നതിന് മടിയൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഭാരതം എന്ന വാക്ക് ആ പ്രസംഗത്തിൽ ഉടനീളം ഇന്ത്യ എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പർ വളരെ അഗാധമായ കരുത്ത് കാണിച്ചു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചു ഞാൻ. എന്തുകൊണ്ടാണ് അവർ ആ പ്രസംഗത്തിൽ ഇന്ത്യ എന്ന വാക്ക് ഉപയോഗിക്കാതെ ഭാരതം 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 എന്ന് മാത്രം പറയുന്നത്? അതിനൊരു സാംസ്കാരിക രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപസമ ധർമ്മസൂത്രത്തിൽ പറയും,
സ്വകർമ്മ ബ്രാഹ്മണസ്യ അധ്യയനം അധ്യാപനം യജ്ഞോ യജനം ദാനം പ്രതിഗ്രഹണം ദായാദ്യം ശിലോഞ്ചഹ അന്യച്ച പരിഗൃഹീതം ഏതാന്യേവ ക്ഷത്രിയസ്യ അധ്യാപന പ്രതിഗ്രഹണാനീതി പരിഹാപ്യ ദണ്ഡയുദ്ധാധികാനി ക്ഷത്രിയവത് വൈശ്യസ്യ ദണ്ഡയുദ്ധവർജം കൃഷി ഗോരക്ഷ വാണിജ്യാധികം. ഓരോ വർണ്ണത്തിൽപ്പെട്ടവർ എന്ത് തൊഴിൽ ചെയ്യണമെന്നാണ് ആപസ്തംഭ ധർമ്മസൂത്രം പറയുന്നത്. ബ്രാഹ്മണൻ്റെ സ്വകർമ്മം എന്ന് പറഞ്ഞാൽ അത് അധ്യയനവും അധ്യാപനവും യജനവും ദാനവുമാണ്. മറ്റുള്ളവർ ദാനം മേടിച്ചുകൂടാന്ന് വളരെ കൃത്യമായിട്ട് ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. വർണ്ണവ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണമെന്ന് ഗൗതമ ധർമ്മസൂത്രം പറഞ്ഞു വെക്കുന്നു. വർണ്ണ ആശ്രമാശ്ച സ്വകർമ്മനിഷ്ഠാഃ പ്രേത്യ കർമ്മഫലമനുഭൂയ തദശേഷേണ വിശിഷ്ടദേശജാതികുലരൂപായുഃ ശ്രുതവിത്ത സുഖമേധസോ ജന്മ പ്രതിപദ്യന്തേ വിശഞ്ചോ വിപരീതാ നശ്യന്തി താൻ ആചാര്യോപദേശോ ദണ്ഡശ്ച പാലയതേ എന്ന് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയും. ഓരോരുത്തരും ഏത് വർണ്ണത്തിലാണോ ജനിക്കുന്നത് ആ വർണ്ണത്തിന് പറഞ്ഞിട്ടുള്ള ധർമ്മം അനുസരിച്ചുള്ള കുലധർമ്മവും ജാതിധർമ്മവും തൊഴിൽ ധർമ്മവും മാത്രമേ അനുഷ്ഠിക്കാവൂ എന്നാണ് ആര് പറയുന്നത്? ഗൗതമ ധർമ്മസൂത്രം പറയുന്നത്. നമ്മുടെ ഒരു ബഹുമാന്യനായ MP അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ച് ശബരിമല അയ്യപ്പനെ പൂജിക്കാവുന്ന കരുതുന്നു. അദ്ദേഹത്തിൻ്റെ വിചാരം ഈ ഡയറക്റ്റ് പ്രൊമോഷനാണ് ബ്രാഹ്മണനായിട്ടെന്ന വിചാരം. ഗവൺമെൻറ് ഗസറ്റൊന്നും ഇല്ല കേട്ടോ ഈ കാര്യത്തിൽ, ഡയറക്റ്റ് പ്രൊമോഷന്. അദ്ദേഹത്തിന് ഈ കർമ്മ പുനർജന്മ സങ്കല്പത്തെ സംബന്ധിച്ച് വേണ്ടത്ര പിടിയില്ലാത്തത് കൊണ്ടാണ് ഡയറക്റ്റ് പ്രൊമോഷൻ ഇല്ല. ബ്രാഹ്മണനിലേക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ ഇല്ല. പിന്നെ എങ്ങനെയാണ്? വളരെ കൃത്യമായിട്ട് ഗൗതമ ധർമ്മസൂത്രം പറയാം, നിങ്ങൾ ഈ ജന്മം ശൂദ്രനാണെങ്കിൽ ശൂദ്ര വൃത്തി മാത്രമേ അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അതായത് മന്ത്രിയാകാൻ പാടില്ല, MP ആകാൻ പാടില്ല, ബ്രാഹ്മണ സേവ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം പുള്ളി ലംഘിച്ചതോടുകൂടി ഇനിയും കീഴോട്ടാണ് വരാൻ പോകുന്നത്, മേലോട്ടല്ല. ഇനിയും പുണ്യം ചെയ്താലോ മേലോട്ട് പ്രൊമോഷൻ കിട്ടുന്നത് എങ്ങനെയാ? വൈശ്യ സ്ത്രീയായിട്ടേ കിട്ടത്തുള്ളൂ, വൈശ്യ പുരുഷൻ പിന്നെ ആകത്തുള്ളൂ. വൈശ്യ സ്ത്രീയായിട്ട് വൈശ്യധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ചാൽ വൈശ്യ സ്ത്രീ ആകും. അത് കഴിയുമ്പോൾ വൈശ്യ പുരുഷനാകും. പിന്നെ ക്ഷത്രിയ സ്ത്രീ, പിന്നെ ക്ഷത്രിയ പുരുഷൻ, അത് കഴിഞ്ഞ് ബ്രാഹ്മണ സ്ത്രീ, അത് കഴിഞ്ഞ് ബ്രാഹ്മണ പുരുഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് കുലധർമ്മവും വർണ്ണധർമ്മവും തെറ്റിച്ചാൽ ഡീപ്രമോഷനാണ്. അപ്പോൾ ഈ പ്രൊമോഷൻ സിസ്റ്റത്തെ പറ്റി ഒരു ധാരണയില്ലാതാണ് ഈ ബഹുമാനപ്പെട്ട MP പറയുന്നത് എനിക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ വേണമെന്ന്. ആർഷഭാരത സംസ്കാരത്തെ പറ്റി വേണ്ടത്ര പിടിയില്ല. അതുകൊണ്ടാണ് വേദം ചൊല്ലിയാൽ എന്താണ് ശിക്ഷ എന്ന് വളരെ കൃത്യമായിട്ട് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. അധഹാസ്യ വേദം ഉപസൃണ്ണത സ്ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ഉദാഹരണേ ജിഹ്വാശ്ചേതന ചേതഃ ധാരണേ ശരീരഭേദ എന്ന് പറയും. അതായത് വേദം ചൊല്ലിയാൽ എന്ത് ചെയ്യണം? ചെവിയിൽ ഈയ ഉരുക്കൊഴിക്കണം എന്ന് പറയുന്ന മനു അല്ല, ഗൗതമന. മനുവിന് മുമ്പ് ജീവിച്ച ഗൗതമനാണ് പറയുന്നത് വേദം ചൊല്ലുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഉരുക്കൊഴിക്കണമെന്ന്. ഉദാഹരണേ ജിഹ്വാച്ഛേദ, വേദം കേട്ട് ചൊല്ലിയാൽ നാവ് വെട്ടിപ്പിളർക്കണം. ധാരണേ ശരീരഭേദ, വേദം മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? ശരീരം വെട്ടിപ്പിളർക്കണം എന്ന് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ കാണാം. ശ്മശാനവത് ശൂദ്രപതിതൗ, ശൂദ്രന്മാരും പതിതന്മാരും സഞ്ചരിക്കുന്ന പട്ടടകളാണ് എന്നാണ് ആര് പറയുന്നത്? ആപസ്തംഭ ധർമ്മസൂത്രം പറയുന്നത്. എത്ര ക്രൂരന്മാരായിരുന്നു ഇവരെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ക്രൂരന്മാർ! ശൂദ്രന്മാരെയും പതിതന്മാരും പട്ടടയാണ്, ശ്മശാനമാണെന്ന് എഴുതണമെങ്കിൽ ഇവരുടെ തൂലികയിൽ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമല്ലേ കുടിയിരിക്കുന്നത്? ഇന്ത്യയിലെ അപരത്വത്തിൻ്റെ വേര് കിടക്കുന്നത് ജാതി വ്യവസ്ഥയിലാണ്. നമ്മൾ വർഗസിദ്ധാന്തത്തെ പറ്റി പറയുമല്ലോ, മനുഷ്യരൊരു വർഗമായി മാറണമെങ്കിൽ, നാരായണ ഗുരുസ്വാമി പറഞ്ഞതുപോലെ മനുഷ്യർക്കൊന്നായി തീരണമെങ്കിൽ, മനുഷ്യത്വത്തിലേക്ക് ഉയരണമെങ്കിൽ ഈ ജാതി നശീകരണം നടക്കണം. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് സംഭവിക്കാതെ മനുഷ്യവർഗം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് എത്തി നോക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. സമാനാകാര ഇത്യേകേ ശൂദ്രായാം തു പ്രേക്ഷണ പ്രതിപ്രേക്ഷണയോരേവ അനദ്യായ. അതായത് ശൂദ്രനെ കണ്ടാൽ, ശൂദ്രനെ പ്രതിമുഖത്തിൽ കണ്ടാൽ, ദൂരത്ത് ഇങ്ങനെ അഭിമുഖമായിട്ട് ശൂദ്രനെ കണ്ടാൽ എന്ത് വേണം? അനദ്യായ. അന്ന് പിന്നെ പഠിക്കാൻ പാടില്ല. അനദ്യായ, അന്ന് അവധി കൊടുക്കണം. ഇന്നിപ്പോൾ നമ്മൾ സ്കൂളിൽ അവധി കൊടുക്കുന്നത് എപ്പോഴാണ്? മഴ പെയ്യുമ്പോഴാണ്, വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴാണ്,
പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ശൂദ്രനെ കണ്ടാൽ അന്ന് ഗുരുകുലത്തിനല്ല അവധിയാണ്. ശൂദ്രനെ കണ്ടുപോയാൽ അന്ന് അവധിയാണ്. ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിൻ്റെ പ്രാചീന മലയാളത്തിൽ എഴുതുന്നുണ്ട്, കേരളത്തിലെ നായന്മാരെ കുറച്ചു കാലമായിട്ട് ശൂദ്രർ ശൂദ്രർ എന്ന് വിളിക്കുന്നുണ്ട്, അത് ശരിയല്ല എന്ന് ചട്ടമ്പിസ്വാമികൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറയുന്ന ശൂദ്രന്മാരാരാണ് എന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിഞ്ഞിരിക്കണം. കാരണം കേരളീയ ശൂദ്രന്മാരാണ് പല നിലയ്ക്കും ബ്രാഹ്മണ്യത്തിൻ്റെ സംരക്ഷകരായി, പ്രോദ്ഘാടകരായി, വക്താക്കളായി രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറഞ്ഞു, സംഘാന്നം അഭോജ്യം, പന്തിഭോജനം പാടില്ല. പന്തിഭോജനം പാടില്ല എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ആപസ്തംഭ ധർമ്മസൂത്രം. ആശാൻ ചിന്താവിഷ്ടയായ സീതയിൽ എഴുതും, ആർഷഭാരത ഋഷിമാര് അവരുടെ ആശ്രമങ്ങളിൽ പുരാണ സൽക്കഥാശ്രുതി വാഴ്ത്തി പാടി എന്നാണ് ആശാൻ പാടുന്നത്. ആപസ്തംഭ ധർമ്മസൂത്രം, ഗൗതമ ധർമ്മസൂത്രം, വിഷ്ണു ധർമ്മസൂത്രം ഒക്കെ എഴുതിയതാരാ? മഹർഷിമാരാ. താടി നീട്ടി വളർത്തി മഹർഷിമാരാ. ഇതിഹാസ സൽക്കഥ ഭൂ നനച്ചിവർ ആശാൻ പാടുന്നത്. എനിക്ക് തോന്നുന്നു ആശാൻ ഇതൊന്നും വായിച്ചിട്ടില്ല. വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ മഹർഷിമാർ ഭൂ നനച്ചു എന്നൊന്നും പറയില്ല, നനച്ചു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്, ഏതൊരു യുക്തിയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം. വേറെ ഒരു പോം വഴിയില്ല, വേറെ ഒരു പോം വഴിയില്ല. വേറെ ഒന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഹിംസയെ വിവേകാനന്ദനെ വെച്ച് നേരിടാം, ഗാന്ധിയെ വെച്ച് നേരിടാം. വെറുതെയാ, ഒരു നിഷ്ഫലം. നമുക്ക് ആശ്വസിക്കാം, ഗാന്ധിയെ വെച്ച് ഹിന്ദുത്വത്തെ പ്രതിരോധിച്ചു, വിവേകാനന്ദനെ വെച്ച് പ്രതിരോധിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. പ്രതിരോധം എവിടെ എത്തിയെന്ന് വെച്ച് ചാണകക്കുഴിയുടെ വലിപ്പം കൂടിയെന്നല്ല, അത് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇതാണ് നേരിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാതെ, നേരിട്ട് ഈ ഗ്രന്ഥപാഠങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാതെ ഒരു രക്ഷയില്ല. വേറെ ഇതിനു മുമ്പ് കുറുക്കു വഴികളില്ല, ഒരു കുറുക്കു വഴിയില്ല. കുറുക്കു വഴി ആലോചിച്ച് നമ്മൾ കുറുകി നിക്കത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ട മറ്റൊരു വിഷയം. ഇനി ഗൗതമധർമ്മസൂത്രത്തിൽ എന്താണ് സ്ത്രീകളെ പറ്റി പറയുന്നതെന്ന് നോക്കാം. അസ്വതന്ത്ര സ്ത്രീ നാദിചരേത് ഭർത്താരം വാക്ചക്ഷു കർമ്മസംയത. അസ്വതന്ത്ര സ്ത്രീകൾ സ്വാതന്ത്ര്യമില്ലാത്തവരാണ്. ഇത് പറഞ്ഞതാരാ? മനുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞതാരാണ്? ഗൗതമന. നാദിചരേത് ഭർത്താരം, സ്ത്രീകൾ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ല. വാക്ചക്ഷു കർമ്മസംയത, സ്ത്രീകൾ എന്ത് ചെയ്യണം? വാക്കും കർമ്മവും നിയന്ത്രിക്കണം. ഇങ്ങനെ ത്രൈവർണിക പുരുഷ മേധാവിത്വത്തിന് കീഴിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നൊരു വ്യവസ്ഥാക്രമമാണ് യഥാർത്ഥത്തിൽ ഈ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ധർമ്മശാസ്ത്രങ്ങളിലെ ആശയങ്ങൾ എങ്ങനെയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമെൻറ്റുകളിലൂടെ, നീതിന്യായ പീഠങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് വിശദീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ശാങ്കരസ്മൃതി. അതും കൂടെ പറഞ്ഞ് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ശാങ്കരസ്മൃതി 2:1-27 ശൂദ്രൻ തൻ്റെ ഭൃത്യനാണെന്ന് ബ്രാഹ്മണനും താൻ ബ്രാഹ്മണൻ്റെ പരിചാരകനാണെന്ന് ശൂദ്രനും വിചാരിക്കേണ്ടതാകുന്നു. നമ്മൾ ഈ പറയുമല്ലോ, നിയമം വഴി സ്ഥാപിതമാകുക. ബ്രാഹ്മണ്യം നിയമം വഴിയല്ല സ്ഥാപിതമാകുന്നത്. ബ്രാഹ്മണ്യം സ്ഥാപിതമാകുന്നത് ഒരു സാംസ്കാരിക മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ. അങ്ങനെ ഇപ്പം തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ KGOയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത് പോലെ വ്യാപകമായ ഗണേശോത്സവ പരിപാടിക്ക് തിരുവനന്തപുരം നഗരം ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ പരിണതി എന്തെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പരിണതി എന്തെന്ന് ആലോചിച്ച് നോക്കണം, ആലോചിക്കേണ്ട വിഷയമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനം തെളിയിക്കുന്നത് ഇടതുപക്ഷ കക്ഷികൾക്ക് വോട്ട് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും അടിത്തട്ട് സമൂഹവും അവർണ ബഹുജനങ്ങളാണെന്നും സവർണ മുന്നോക്ക ജനവിഭാഗങ്ങളുടെ വോട്ട് ഹിന്ദുത്വ ശക്തികൾക്കുമാണ് എന്ന് പറഞ്ഞത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. വർക്കലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ആദരണീയനായ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തൊരു സഖാവ് എന്നോട് പറഞ്ഞത്, എനിക്ക് കിട്ടിയ വോട്ട് മുഴുവൻ ഈഴവരുടെയും അടിത്തട്ട് ജനവിഭാഗങ്ങളുടെ ആയിരുന്നു.
ശൂദ്ര സവർണറുടെ ഒരു വോട്ട് പോലും എനിക്ക് കിട്ടിയില്ല എന്ന് പ്രിയപ്പെട്ടൊരു സഖാവ് സ്വകാര്യ സംഭാഷണത്തിൽ പങ്കുവെക്കുകയുണ്ടായി. ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനത്തെ സാധൂകരിക്കുന്നുണ്ട്. ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക ഉത്സവം നടക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും നമ്മളങ്ങ് ഏറ്റെടുത്ത പരിപാടി നടത്തിയാൽ ശരിയാവുമോ എന്ന്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ നോക്കി. രാമനെ നമ്മൾ ഏറ്റെടുത്തു ജഗദാനന്ദകാരകനാക്കാൻ നോക്കി. ഇന്നിപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന വാർത്ത നമ്മളിപ്പോൾ ഗണേശോത്സവം ഏറ്റെടുത്തു. ഇതിൻ്റെയൊക്കെ പരിണത ഫലം എന്താണ് എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അത്രമാത്രമേ തൽക്കാലം പറയാനുള്ളൂ. ശാങ്കരസ്മൃതിയിൽ പറയും, ഏവം വ്രത സദാ രാജ ഗോ ബ്രാഹ്മണ ഹിതേരതഃ. പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെ ഹിതത്തെ രാജാവ് രക്ഷിക്കണം. ശാങ്കരസ്മൃതിയിലാണ് പറയുന്നത്. ഈ വാചകം നിങ്ങൾ ഒന്ന് ചില്ലിട്ട് മനസ്സിൽ വെക്കുകയും വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന പേരിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയും വേണം. വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന പേരിൽ നമ്മൾ ചെയ്യുന്നത് ബ്രാഹ്മണ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്ന പരിപാടിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യയിലെ കേരളത്തിലെ അവർണറുടെ ആചാരത്തെ എവിടെയെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ശബരിമലയിൽ മലയരയെ കുടിയിറക്കിയിരിക്കുക, അവരുടെ ആചാരത്തെ ആരെങ്കിലും സംരക്ഷിച്ചോ? ഇല്ല, ഒന്നുമില്ല. ശബരിമലയിൽ നിന്ന് ഇപ്പോൾ വാവരെ കുടിയിറക്കാൻ വേണ്ടി വാവരെ വാപുരനാക്കിയിരിക്കുക. വാപുരൻ എന്ന് പറഞ്ഞ ഭൂതമാണ് ശബരിമലയുള്ളതാണ് ഇപ്പം ഹിന്ദുത്വവാദികളുടെ പുതിയ വാദം. വാപുരനെ മഷിയിട്ട് നോക്കിയാൽ ഒരു പുരാണത്തിലും കാണാനില്ല. അയ്യപ്പ പുരാണം സ്കന്ദപുരാണത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഞാൻ സ്കന്ദപുരാണം മുഴുവൻ വായിച്ചു നോക്കി, അയ്യപ്പൻ എന്നൊരു വാക്ക് പോലും സ്കന്ദപുരാണത്തിലില്ല. അയ്യപ്പ പുരാണം എന്നൊരു പുരാണം ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പുരാണമേ ഇല്ല. പിന്നെ പറയുന്ന ശ്രീഭൂതനാഥ ഉപാഖ്യാനം എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതും ഏതോ പുരാണത്തിൻ്റെ ഭാഗമാണ്. 18 പുരാണങ്ങളും പരിശോധിച്ചു. ഈ 18 പുരാണങ്ങളിൽ എന്തില്ല? ശ്രീഭൂതനാഥ ഉപാഖ്യാനം ഇല്ല. ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്നതിന് വേണ്ടി ഓരോരോ അമ്മുമ്മ കഥകൾ നിരന്തരം ഹിന്ദുത്വവാദികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം. രജസ്വലയായിട്ടിരിക്കുന്ന സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണമെന്ന് ശാങ്കരസ്മൃതി പറയുന്നുണ്ട്. അധ്യായം 12. ഞാൻ ശ്ലോകം മുഴുവൻ ചൊല്ലുന്നില്ല. എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറയാം. പുര തൊടരുത്, പല്ല് തേക്കുകയും എണ്ണ തേച്ച് കുളിക്കുകയും കണ്ണെഴുതുകയും ചെയ്യാൻ പാടില്ല, തൻ്റെ ജലപാത്രം ഒഴിച്ച് മറ്റൊന്നും തൊട്ടുകൂടാ, മുല കുടിക്കുന്ന തൻ്റെ കുട്ടി ഒഴികെ മറ്റാരെയും തൊടരുത്, ഭക്ഷണം തന്നെ ഉപേക്ഷിക്കണം, സന്ധ്യാസമയങ്ങളിൽ വെളിയിൽ ചെന്നിരിക്കരുത്, ദൂരയാത്ര ചെയ്യരുത്, പൂ ചൂടരുത്, ഇലയിൽ ഉണ്ണരുത്. ഇതാണ് ശാങ്കരസ്മൃതിയിലെ ആർത്തവ സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നു. ആരാണ് കുലസ്ത്രീ? ശാങ്കരസ്മൃതി പറയും, ഏകസ്മിന്നേവ ഭുഞ്ജീത ഭാജനേ സതി സംഭവേ പതിപ്രവണതാം ഹിത്വാ അനക്ഷണം സ്ഥാതുമർഹതി. ഭർത്താവ് ഉണ്ണുന്നതിന് മുമ്പോ ഭർത്താവിന് ഒരുമിച്ചോ ഉണ്ണരുത്. എഴുത്തച്ഛൻ പാടും, അച്ഛനെന്തുള്ളിലൊന്നിച്ചയെന്നാൽ അതങ്ങിച്ചയെന്നുറച്ചിടേണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്ന നിർണയം. വെളിച്ചെണ്ണയുടെ വില 420. എന്തിനാണ് ഞാൻ വെളിച്ചെണ്ണയുടെ വില പറയുന്നത്? ഈ വലിയ വിലയുള്ള വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് വിളക്ക് ഒഴിച്ച് 1 കിലോ അന്ന് തന്നെ തീരും. പാടുന്നത് എന്താ? അച്ഛൻ്റെ ഇച്ഛയാണ് എൻ്റെ ഇച്ഛ, ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠ വധൂനാമെന്ന നിർണയം. കെ.പി. രാമനുണ്ണി പറഞ്ഞ എന്താണ്? ഭരണഘടനയുടെ അടിത്തറ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് പോലും. ഭരണഘടനയെ ആക്ഷേപിക്കാൻ ഇങ്ങനൊരു വാക്ക് വേറെയില്ല. അച്ഛൻ പാതിരാത്രിയിൽ ചപ്പാത്തി തിന്നാൻ കൊതിച്ചാൽ നേരം വെളുക്കുമ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിനോട് അമ്മ ചപ്പാത്തി കുഴച്ചിരിക്കണം. ഇതാണ് അധ്യാത്മരാമായണം പറയുന്നത്. പത്യുപ്രദീപാന്ന വദേദ്വാച വാചം യമം പതി. ഭർത്താവിന് വിരോധമായി ഒരു വാക്കുപോലും പറയരുത്, ചേട്ടനെതിരായി ഒന്നും സംസാരിക്കരുത്. നെക്സ്റ്റ് വാചകം, ഭർത്തുപാദോദകം തസ്യാസ്തീർത്ഥം നേതരദിശ്യതേ. ഭർത്താവിൻ്റെ കാൽ കഴുകിയ വെള്ളം തീർത്ഥമാകുന്നു. ശാങ്കരസ്മൃതി. TC പരമേശ്വരൻ മൂസതിൻ്റെ ഭാഷാ വ്യാഖ്യാനം ഒന്ന് വായിക്കാം. സ്ത്രീകളോ പ്രായേണ വിവേകശൂന്യകളാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്താണ്? സ്ത്രീകളോ പ്രായേണ വിവേകശൂന്യകളാണെന്ന് പറയേണ്ടതില്ലല്ലോ. സ്ത്രീകൾ കരുതകളാണെന്ന് ഇനിയും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാണ് ആര് പറഞ്ഞത്? TC പരമേശ്വരൻ മൂസത് ശാങ്കരസ്മൃതി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്.
ഗൃഹസ്ഥൻ എത്ര തന്നെ സിദ്ധാന്തം കൂടാതെ പ്രവർത്തിച്ചാലും സ്ത്രീകൾ എപ്പോഴും കലഹത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടേയിരിക്കും. പെണ്ണുങ്ങൾ മഹാവടക്കാണെന്നാണ് ആരെഴുതിയിരിക്കുന്നത്? TC പരമേശ്വരൻ മൂസത് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഇവൻ ഏത് സമയവും സ്വൈര്യമില്ലാതായിത്തീരും. പെണ്ണുങ്ങളെ കൊണ്ട് സ്വൈര്യതയില്ല ആണുങ്ങൾക്ക് എന്നാണ് ആര് പറഞ്ഞത്? TC. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല കേട്ടോ, ഇതെല്ലാം ശാങ്കര സ്മൃതിയുടെ ഭാഷ്യത്തിൽ TC പരമേശ്വരൻ മൂസത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് മാത്രം. ദൂരസ്ഥാം നദീ ഗച്ഛേൻ ന വേദം ശൃണുയാത് വധൂ നാത്യക്ഷരാണി ഗൃണ്ണീയാൽ ഗീതം നൃസ്തഞ്ച വർജയേൽ. അതിദൂരത്തിലുള്ള നദിയിൽ സ്ത്രീകൾ സ്നാനത്തിന് പോകരുത്, കുളിക്കാൻ കുളക്കടവിലെങ്ങും പോകരുത്. സ്ത്രീകൾക്ക് വേദോച്ചാരണം പാടില്ല. ഭാഷാവ്യാഖ്യാനത്തിൽ പരമേശ്വരൻ മൂസത് ഇങ്ങനെ ഒരു വരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്: സ്ത്രീകൾക്ക് അധികമായ വിദ്യാഭ്യാസം ആവശ്യമില്ല. പാട്ട് പാടുകയും കളിക്കുകയും അരുത് എന്നുകൂടി മൂസത് എഴുതി വച്ചിട്ടുണ്ട്. പാട്ട് പാടാൻ പാടില്ല, കളിക്കാനും പാടില്ല. ഇങ്ങനെ നോക്കിയാൽ, ഞാൻ ചുരുക്കുകയാണ്, പറഞ്ഞു തുടങ്ങിയാൽ എന്തോ ഒരു ഇറത്ത് വന്നല്ലോ ഇവിടെ, പൊട്ടിത്തെറിക്കുന്ന പോലെ എന്തോ ഒന്ന് കണ്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഈ മനുസ്മൃതിയും ശാങ്കര സ്മൃതിയും ഉൾപ്പെടെയുള്ള ഗ്രന്ഥപാഠങ്ങൾ അടിസ്ഥാനപരമായി ജാതിഹിംസയും അപരഹിംസയും പ്രോത്സാഹിപ്പിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്ന, പ്രത്യയശാസ്ത്രപരമായി ഹിംസ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപിക്കുന്ന ഗ്രന്ഥപാഠങ്ങളാണ് എന്ന് കാണാൻ വിഷമമില്ല. ഈ ഗ്രന്ഥപാഠങ്ങൾ ജാതിഹിംസ പുലർത്തുന്ന ഗ്രന്ഥപാഠങ്ങളാണ് എന്ന് ആഴത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ 25 മഹാട് സത്യാഗ്രഹ സന്ദർഭത്തിൽ മനുസ്മൃതി അഗ്നിക്കിരയാക്കിക്കൊണ്ട് ഇന്ത്യക്കൊരു ജനാധിപത്യ സംസ്കാരം പ്രദാനം ചെയ്യുന്ന ഭരണഘടന സൃഷ്ടിച്ചത്. പക്ഷേ ഭരണഘടനയുടെ സൃഷ്ടിക്കഴിഞ്ഞ് 1950 മുതൽ നമ്മൾ കാണുന്നത് എന്താണ്? ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പിൻവാതിലിലൂടെ മനുസ്മൃതിയുടെ ആശയാവലികൾ സുപ്രീം കോടതിയിലെ വിധികളിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള ശ്രമം ഹിന്ദുത്വവാദികൾ മാത്രമല്ല നടത്തുന്നത്, ന്യായാധിപന്മാർ തന്നെ നേരിട്ടതിന് കുടപിടിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. സാധാരണ കുടയല്ല, ഓലക്കുട പിടിച്ചുകൊണ്ടിരിക്കുക. ഓലക്കുട. ഇതാണ് ഇന്നത്തെ ധർമ്മശാസ്ത്രങ്ങൾ ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മൂല്യങ്ങളെ സമ്പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് മനുസ്മൃതിയുടെ ആശയങ്ങൾ വളരെ പ്രത്യക്ഷമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. 2024 ഹൈക്കോടതിയുടെ മുമ്പാകെ ഒരു പെറ്റീഷൻ വന്നു. അത് കേരളത്തിലെ അവർണ സമുദായത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ഈഴവരും പുലയരുമായിട്ടുള്ള ആളുകൾ പൂജാരിമാരായിട്ട് ധാരാളം പേർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ പൂജാരിമാരായി രംഗപ്രവേശം ചെയ്തു. അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ്? അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഈഴവ തന്ത്രിമാരും ദളിത് തന്ത്രിമാരുമാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അഖില കേരള തന്ത്രി സമാജവും അതിൻ്റെ സെക്രട്ടറിയുമായ അക്കീരമൺ കാളിദാസ ഭട്ടതിരി ഈ പാവം പിടിച്ച അവർണർക്കെതിരെ ഹൈക്കോടതിയിലെ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്താണ് കേസിൻ്റെ വാദം? എന്താണ് കാളിദാസ ഭട്ടതിരി പറയുന്നത്? കാളിദാസ ഭട്ടതിരി, നിങ്ങൾ ആ റിട്ട് പെറ്റീഷൻ 32ഓളം പേജുള്ള ആ റിട്ട് പെറ്റീഷനിൽ ഏതാനും പേജുകൾ മറിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത് തന്ത്രസമുച്ചയത്തിലുള്ള ശ്ലോകം ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വിപ്രകുലീന കൃത സംസ്ക്രിയൗഗ സ്വതീത വേദാഗമ തത്വവേത്ത. പൂജ ചെയ്യാൻ, പ്രതിഷ്ഠ ചെയ്യാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ബ്രാഹ്മണ തന്ത്രിമാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് 2025 ഹൈക്കോടതിയുടെ മുമ്പാകെ പറഞ്ഞിരിക്കുകയാണ്. മുമ്പായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയിൽ ഇത്തരമൊരു പെറ്റീഷൻ കൊണ്ടുചെല്ലാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴോ ജഡ്ജിമാർ തന്ത്രസമുച്ചയവും മനുസ്മൃതിയൊക്കെ വിശദമായിട്ട് വാദം കേൾക്കുകയും ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുന്ന ഒരു ഹിംസാത്മകമായ പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഭരണഘടനയ്ക്ക് പകരം തന്ത്രസമുച്ചയവും മനുസ്മൃതിയുമൊക്കെ ആധാരമാകുന്നൊരു കാലഘട്ടം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് പകരം ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാമാണികത കൈവരുന്നൊരു കാലഘട്ടം. തന്ത്രസമുച്ചയവും ശേഷസമുച്ചയവും കുഴിക്കാട്ട് വച്ചയും അടിസ്ഥാനപരമായിട്ട് ഉറപ്പിക്കുന്ന എന്താണ്? അയിത്തവും തൊട്ടുകൂടായ്മയുമാണ്. അയിത്തവും തൊട്ടുകൂടായ്മയാണ്. അതാണ് നമ്മൾ ഗുരുവായൂരിൽ കണ്ടത്. ജാസ്മിൻ ജഫീർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുളത്തിൽ കാല് കഴുകിയപ്പോൾ ഏതാണ്ട് 6-7 ദിവസത്തെ
പ്രായശ്ചിത്ത പരിഹാര ക്രിയകൾ അതൊരു മുസ്ലിം പെൺകുട്ടി കാല് കഴിയ പ്രശ്നം മാത്രമല്ല. അങ്ങനെ നമ്മളതിനെ ചുരുക്കി കാണരുത്. അങ്ങനെ ചുരുക്കി കണ്ടാൽ നമ്മൾ തെറ്റായ നിഗമനത്തിലേക്കായിരിക്കും എത്തുക. ശരിയായ നിഗമനം എന്താണ്? ശരിയായ നിഗമനം എന്ന് പറയുന്നത് പുണ്യാഹ ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും അയിത്തത്തെയും തൊട്ടുകൂടായ്മയും നിലനിർത്തുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് എന്നുള്ളതാണ്. പുണ്യാഹം അടിസ്ഥാനപരമായി നടത്തുന്നത് ദേവന് അയിത്തം വന്നാൽ അയിത്തത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് എന്ത് നടത്തുന്നത്? പുണ്യാഹം നടത്തുന്നത്. വളരെ കൃത്യമായിട്ട് തന്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വിപ്രഭാത പ്രകളിത സലിലൈഹി സേവ്യതേ പഞ്ചഗവ്യൈഹി എന്ന് വിഷ്ണു സംഹിതയിൽ കാണാം. ക്ഷേത്രത്തിൽ ദേവൻ അശുദ്ധി വന്നാൽ എന്ത് ചെയ്യണം? വിപ്രഭാത പ്രകളിത സലിലേക്ക് ബ്രാഹ്മണൻ്റെ കാല് കഴിയ വെള്ളം കൊണ്ടുവന്ന് ബിംബത്തെ തളിക്കണം. ദൈവത്തിന് മുകളിലാണ് ആരുടെ സ്ഥാനം? ബ്രാഹ്മണൻ്റെ സ്ഥാനം. ഞാൻ നേരിടുന്ന ഒരു സ്ഥിരം അധിക്ഷേപം എന്ന് വെച്ചാൽ വളരെ ന്യൂനപക്ഷമായ ഒരു ബ്രാഹ്മണർക്ക് നേരെ ഡോക്ടർ ശ്യാംകുമാർ നിരന്തരം അധിക്ഷേപം അഴിച്ചു വിടുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യാപക തസ്തി എടുത്തു നോക്കിയാൽ ഭൂരിഭാഗവും സവർണരാണ്. ഭൂരിഭാഗവും. ഒരു ദളിതരെയും മഷി ഇട്ട് നോക്കിയാൽ പോലും നമ്മൾ കാണില്ല. വൈസ് ചാൻസലർമാരുടെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. പരമാവധി പട്ടികജാതിക്കാരെ എടുക്കാതിരിക്കാൻ നമ്മൾ നമ്മുടെ പുരോഗമനത്തിൻ്റെ ഏത് മാനദണ്ഡം ഉപയോഗിച്ച് അവരെ പുറത്താക്കും. ഏത് അക്കാദമിയുടെ ഭാരവാഹിത്വം എടുത്ത് പരിശോധിച്ചാലും നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്യും. ഇന്ത്യൻ സർവകലാശാലകളിൽ അധ്യാപക തസ്തികൾ അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിച്ചു 97% തസ്തികളിലും സവർണരാണ്. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിൽ 6049 അധ്യാപക തസ്തികൾ, 121 ദളിതരൊഴിച്ചാൽ ബാക്കി മുഴുവൻ വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, ജനാധിപത്യത്തിൻ്റെ ശത്രു ആരാണ്? സവർണ ഒളിഗാർക്കിയാണ് ജനാധിപത്യത്തിൻ്റെ ശത്രു എന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരൻ ഇവൻ പറഞ്ഞു, സാമുദായിക പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയവാദം. പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ്. വളരെ കൃത്യമായി നമ്മുടെ സമൂഹത്തിൽ ഈ സവർണത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, വളരെ ആഴത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കുഴപ്പം? അധികാര കസേരകളിൽ, അധികാര സ്ഥാപനങ്ങളിൽ പിടിമുറുക്കിയിരിക്കുന്ന സവർണത അടിസ്ഥാനപരമായി ചെയ്യുന്ന എന്താണ്? വിഭവാധികാര കൊള്ളയാണ്. വേറെ ഒന്നുമില്ല. വിഭവാധികാര കൊള്ളയാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് മെഡിസിൻ്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ 60,009 EWS-കാരന് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. 60,009. മുൻപ് ഉള്ള ആക്ഷേപം എന്ന് പറയുന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംവരണത്തിലൂടെ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? കാര്യക്ഷമതയെ ബാധിക്കും. SC/ST വിഭാഗത്തിൽ നിന്ന് സംവരണത്തിലൂടെ പ്രവേശിച്ച് ഡോക്ടർമാരായവർ ചികിത്സിച്ചാൽ, സർജറി ചെയ്താൽ എങ്ങനെ ജീവിക്കും? നമ്മൾ ചത്തുപോകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ഈ 60,009 കിടക്കുന്ന ആളിപ്പോൾ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ മേടിച്ച് EWS സംവരണത്തിലൂടെ ജോലി വാങ്ങിച്ച് പുറത്തു വന്നാൽ എന്തുകൊണ്ടാണ് മലയാളിക്ക് ആ പാലം കുലുങ്ങുമോ, കെട്ടിടങ്ങൾ തകരുമോ എന്നൊന്നും ഇപ്പോൾ ഒരാകുലതയില്ല ആർക്കും. ഇതാണ് സവർണത എന്ന് പറയുന്നത്. സവർണത ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അത് കോടതിയിലൂടെ പ്രവർത്തിക്കും, അധികാര സ്ഥാപനങ്ങളിലൂടെ പ്രവർത്തിക്കും, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ് ഈ രാമായണത്തിലൂടെ രാമനുണ്ണി പ്രഭൃതികളുടെ ഹിന്ദുത്വ വിഷ വിതരണം. ഇങ്ങനെ പല തരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ധർമ്മശാസ്ത്രങ്ങൾ ഇന്നത്തെ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവിതാണ്. അത് പലതരത്തിൽ വളരെ ആഴത്തിൽ ഹിംസാത്മകമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആഴത്തിലുള്ള അതീന്ദ്രിയ ചക്രവർത്തി സൂചിപ്പിച്ചതുപോലെ ആഴത്തിലുള്ള ബോധവൽക്കരണം കൊണ്ടും നമ്മുടെ സഹജാതരോട് സഹോദരരാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടി മാത്രമേ നമുക്കിതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ബ്രാഹ്മണിസത്തിൽ നിന്നുള്ള മോചനം, അതിലൂടെ മാത്രമേ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയൂ. അങ്ങനെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്കായിട്ട് ഈ വേദേതിഹാസ പുരാണങ്ങളുടെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ച ആഴത്തിലുള്ള അവബോധവും ബോധവൽക്കരണവും നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നടക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിലും ഭരണകൂടത്തിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലുമൊക്കെ അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഉൾക്കൊള്ളൽ ജനാധിപത്യത്തിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രം നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ കേരളീയ സമൂഹത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് പ്രവർത്തിക്കാൻ കഴിയൂ. കേരള സമൂഹത്തെ താരതമ്യപ്പെടുത്തേണ്ടത് ഉത്തരേന്ത്യയുമായോ ബീഹാറോ ആയിട്ടോ അല്ല, മറിച്ച് ഉന്നതമായ നിലയിൽ ജീവിത
മാനദണ്ഡങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന മറ്റ് സമൂഹങ്ങളുമായിട്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്, താരതമ്യപ്പെടുത്തേണ്ടത് എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ചിന്താ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാരവാഹികളുടെ, പ്രത്യേകിച്ച് ഏറെ ആദരണീയനായ പ്രിയപ്പെട്ട സഖാവ് ശ്രീമാൻ രഞ്ജിത്തിനോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ രേഖപ്പെടുത്തുന്നു. ഒലീന ടീച്ചർ, ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നു ആദ്യം 2 വാക്കുകൾ സംസാരിക്കണമെന്ന്. ഞാൻ സംസാരിച്ചതിന് ശേഷം സംസാരിക്കാൻ ടീച്ചർ പറഞ്ഞത്. ടീച്ചറോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എല്ലാവരോടും നന്ദി, സ്നേഹാഭിവാദ്യങ്ങൾ.